ദൈവനാമത്തിന് പിന്നെയും മഹത്വം അർപ്പിക്കുന്നു. फिर से परमेश्वर के नाम की महिमा हो. ഇന്ന് രാത്രിയിലും ദൈവവചന കേൾവിക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഞാനും അറിയിക്കുന്നു. और आज रात जो आप सब जो प्रभु के वचन को सुनने के लिए आए हैं, आप सबको प्रभु के नाम में प्रेम भरा नमस्कार. ഈ 2 ദിവസങ്ങളിൽ നിങ്ങളോട് കൂടെ ലഭിച്ച ഈ നല്ല സന്ദർഭത്തിൽ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും സഭയോട് ഒരിക്കലൂടെ കർത്തൃനാമത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. और ये 2 दिन जो मुझे अवसर इस प्रकार प्राप्त हुआ है, आनंद के साथ मैं धन्यवाद करता हूँ परमेश्वर का, और कलीसिया का भी मैं आभारी हूँ. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചത് ആത്മീയ വളർച്ച എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. और हम पिछले दिन जो है हम आत्मिक उन्नति के बारे में कुछ बातों को देख रहे थे. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെയും 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെയും ചില വാക്യങ്ങളാണ് അതിനാധാരമായിട്ട് നമ്മൾ എടുത്തത്. और हमने जो वचन के भाग को देखा था वो पहला पत्रस पहले अध्याय के आखिरी भाग को और दूसरे अध्याय के पहले कुछ पदों को. പത്രോസിന്റെ ലേഖനത്തിലെ ഏറ്റവും പ്രധാന വിഷയവും ആത്മീക വളർച്ച എന്നുള്ളതാണ്. और पत्रस की लिखी हुई पत्रियों में सबसे मुख्य विषय भी आत्मिक उन्नति ही है. തന്നെ 2-ാമത്തെ ലേഖനത്തിന്റെ ഒടുവിൽ അങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. क्योंकि हम जानते हैं अपनी दूसरी पत्री के आखिर में पत्रस ये कहकर पत्री को समाप्त करते हैं. കൃപയിലും പരിജ്ഞാനത്തിലും വളരുവീൻ എന്ന് പറഞ്ഞാണ് തന്റെ ലേഖനങ്ങൾ അവസാനിപ്പിക്കുന്നത്. और पत्री की समाप्ति इस प्रकार करते हैं कि हम प्रभु के अनुग्रह और पहचान में बढ़ते जाएं. അതിന്റെ ഒരു വശമാണ് പത്രോസിന്റെ ലേഖനത്തിലൂടെ നാം ഇന്നലെ രാത്രി ചിന്തിച്ചത്. और उसके एक पहलू को हम पत्रस की द्वारा लिखी गई पत्री से हम उस पर मनन कर रहे हैं. ആത്മീയമായി വളരുക എന്നുള്ളത് ദൈവവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. हम जानते हैं प्रभु के वचन में एक बहुत बड़ी आज्ञा है कि हम आत्मिक रूप से बढ़ते रहें. ആത്മീയമായി വളരുന്നു എന്നുള്ളത് നാം ആത്മീയമായി ജനിച്ചു എന്നും ആത്മീയ ജീവൻ നമ്മിലുണ്ട് എന്ന് ഉള്ളതിൻ്റെയും തെളിവാണ്. और आत्मिक उन्नति जो है वो दर्शाता है, सबूत देता है हमारे आत्मिक जन्म और हम आत्मिक जीवन हमारे अंदर है. ശരിയായ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് നാം കഴിക്കുന്ന ഭക്ഷണം, ദൈവത്തിൻ്റെ വചനം അഥവാ മായമില്ലാത്ത പാൽ, അത് നമ്മുടെ ശരീരത്തിൽ ക്രിയ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. और हम जानते हैं कि हमारे अंदर अगर आत्मिक उन्नति है तो इस बात का सबूत है कि वो जो निर्मल आत्मिक दूध परमेश्वर का वचन है वो हमारे अंदर सही रूप से क्रिया कर रहा है. ശരിയായ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് പരിജ്ഞാനത്തിലുള്ള വളർച്ചയാണ്. और हम जानते हैं जो सही में जो आत्मिक उन्नति है वो परमेश्वर के पहचान और ज्ञान में आगे बढ़ने की. പത്രോസ് അങ്ങനെ പറഞ്ഞാണല്ലോ അവസാനിപ്പിക്കുന്നത്, കൃപയിലും പരിജ്ഞാനത്തിലും വളരുവീൻ. हम जानते हैं पत्रस इसी प्रकार अपनी पत्री को समाप्त करता है कि अनुग्रह और पहचान में बढ़ते जाएं. അതേ വിഷയം അല്പം കൂടെ വിശദമായിട്ട് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. और इसी विषय के बारे में थोड़ा विस्तार से पौलोस अपनी पत्रियों में बताते हैं. അതുകൊണ്ട് ഇന്ന് നമ്മൾ പൗലോസിന്റെ എഴുത്തുകളിൽ ഒന്നായ കൊലോസ്യ ലേഖനത്തിലെ ഒരു വേദഭാഗം വായിച്ച് ആ വിഷയം അല്പമായിട്ടൊന്ന് വിശദീകരിക്കാം. तो इसलिए जो पौलुस ने जो पत्री लिखी थी कुलूसियों के लिए, उसमें से कुछ बातों पर हम ध्यान देंगे. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. हम कुलूसियों की पत्री उसके पहले अध्याय के 10 और 11 को पढ़ेंगे. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറങ്ങി വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. പിന്നെ ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗങ്ങളാണ് താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. हम 10 और 11 में इस प्रकार पढ़ते हैं, ताकि तुम्हारा चाल चलन प्रभु के योग्य हो और वो सब प्रकार से प्रसन्न हो और तुम में हर प्रकार के भले कामों का फल लगे और तुम परमेश्वर की पहचान में बढ़ते जाओ, उसकी महिमा की शक्ति के अनुसार सब प्रकार की सामर्थ्य से बलवंत होते जाओ, यहाँ तक कि आनंद के साथ हर प्रकार से धीरज और सहनशीलता दिखा सको. इस प्रकार प्रार्थना आगे बढ़ती जा रही है. ഇതിൻ്റെ താഴോട്ടുള്ള ചില വാക്യങ്ങളോട് ചേർത്ത് നമുക്കിങ്ങനെ പറയാം, പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ കിടന്നുകൊണ്ട് കൊലോസിയിലെ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. और जब हम आगे वाले पदों को इसके साथ जोड़कर देखते हैं तो हम समझ सकते हैं कि कारावास में बैठकर पौलुस जो है उन विश्वासियों के लिए प्रार्थना कर रहे हैं. ആ പ്രാർത്ഥനയിൽ വിശ്വാസികളുടെ ആത്മീയ വളർച്ച എന്നുള്ള വിഷയത്തെ പ്രധാനമായി ഓർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. और हम जानते हैं कि इस प्रार्थना में सबसे मुख्य विषय जो है वो आत्मिक उन्नति है विश्वासियों की, और उसके अंदर जो पहचान किस प्रकार होगी वो बताते हैं. വളരുക എന്നുള്ളതിന് മറ്റു ചില പദങ്ങളും പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. और इस उन्नति के सामान्य और उसकी तरह जो है अलग अलग शब्दों का भी इस्तेमाल किया गया है. നിറഞ്ഞു വരിക എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. और यहाँ हम जिस प्रकार देखते हैं कि हम भरते जाएं, വർദ്ധിച്ചു വരിക എന്ന് പറയുന്നുണ്ട്. और हम बढ़ते जाएं, പൂർണ്ണതയിലെത്തുക എന്ന് പറയുന്നുണ്ട്. और हम उस पूर्णता तक बढ़ते जाएं. ഇങ്ങനെ പല വാക്കുകൾ പൗലോസ് വളരുക എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുണ്ട്. और यहाँ अलग अलग जो इस प्रकार के वाक्यांश हैं पौलुस इस्तेमाल कर रहे हैं. ഇവിടെ ഈ വായിച്ച വാക്യങ്ങളിൽ
രണ്ട് പ്രാവശ്യം ആ കാര്യം ആവർത്തിക്കുന്നുണ്ട്. और हम देखते हैं इन पदों में 2 बार इस बात को दोहराया गया है. ദൈവ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്ന് പറയുന്നുണ്ട്. और हम देखते हैं किस प्रकार से कि हम परमेश्वर की पहचान में बढ़ते जाएं. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം എന്ന് പറയുന്നുണ്ട്. और हम देखते हैं किस प्रकार से हमें हम प्रभु के वचन में जो है बढ़ते जाएं. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, परमेश्वर की पहचान में बढ़ते जाएं. 10 വാക്യം. അവിടെ എല്ലാം പ്രധാനമായിട്ട് ഓർപ്പിക്കുന്നത് നാം ആത്മീയമായി വളരണം എന്നുള്ളതാണ്. और यहाँ मुख्य रूप से हमें यही जताया जा रहा है कि हम आत्मिक रूप से बढ़ते रहें. എന്താ ഈ ആത്മീയമായി വളരുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? और आत्मिक रूप से बढ़ने का क्या अर्थ है? ദൈവത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ കേട്ടും പഠിച്ചും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. क्या परमेश्वर के बारे में बहुत सारी बातें सुनकर अपने ज्ञान को बढ़ाते रहें? ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തിലെ കാര്യങ്ങളുമൊക്കെ നമ്മളെക്കാൾ നല്ലതുപോലെ അറിയാവുന്ന മറ്റു ചില മതവിശ്വാസികളും കണ്ടേക്കാം. और हम जानते हैं कि परमेश्वर के वचन के बारे में हमसे भी बेहतर जानने वाले और भी अलग अलग लोग हो सकते हैं. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ദിവസങ്ങളിൽ ചില കൺവെൻഷനുകളിൽ പോലും 8-10 മിനിറ്റ് നല്ലപോലെ പ്രസംഗിക്കുന്നുണ്ട്. और हम जानते हैं आज एक ऐसा समय आ गया है कि हमारे केरल में राजनीतिज्ञ जो है वो कन्वेंशन में आके 8-10 मिनट प्रभु के वचन से अच्छे से बोल रहे हैं. അവർ വചനത്തിലെ പല കാര്യങ്ങളും നല്ലപോലെ പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് പ്രസംഗിക്കുന്നത്. और पवित्र वचन से कई बातों को सीख कर समझ कर वो प्रचार कर रहे हैं. അവർക്ക് അങ്ങനെ പഠിച്ചു ലഭിക്കുന്ന അറിവ് കൊണ്ട് അവർ ആത്മീയമായി വളർന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? केवल कुछ बातों को सीख कर समझ कर इस प्रकार प्रचार करने इसका अर्थ ये नहीं है कि वो आत्मिक रूप से उन्नति पाए हुए അവർ हैं. അറിവിൽ വളർന്നിട്ടുണ്ട്, ശരിയാണ്. वो अपने ज्ञान में अवश्य बढ़े हैं, പക്ഷേ പരിജ്ഞാനത്തിൽ അവർ വളർന്നിട്ടില്ല. लेकिन परमेश्वर की पहचान में नहीं बढ़े. അവൻ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരുക എന്നുള്ളതല്ല ആഗ്രഹിക്കുന്നത്. इसलिए हमारी इच्छा ये नहीं है कि परमेश्वर के बारे में केवल कुछ जान ले. ദൈവത്തെക്കുറിച്ച് അറിയണം, അത് അത്യാവശ്യമാണ്. सही बात है कि परमेश्वर को जानना है, എന്നാൽ ഇവിടെ പറയുന്നത് ദൈവത്തെ പരിജ്ഞാനത്തിൽ വളരണം. लेकिन यहाँ लिखा है कि हम परमेश्वर की पहचान में बढ़ते जाएं. എന്താ പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം? और क्या है ये पहचान में बढ़ने का अर्थ? ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിഞ്ഞു വളരുക എന്നുള്ളതാണ്. इसका अर्थ है कि हम परमेश्वर को अपने अनुभव के द्वारा और जानें. നമുക്ക് പരിജ്ഞാനം എന്നുള്ളതിന് ഒരു നിർവചനം, അത് ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ദ ഡീപ് ഇന്റിമേറ്റ് എക്സ്പീരിയൻഷ്യൽ നോളജ്, അതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. और इस पहचान को अगर हमें इसका एक परिभाषा देने की कोशिश करें तो अंग्रेजी में जिस प्रकार भाई ने कहा उसका अनुवाद है एक बहुत गहरा अनुभव से द्वारा प्राप्त किया गया एक അങ്ങനെ ज्ञान या ദൈവത്തെ അറിയുമ്പോഴാണ് നമുക്ക് ശരിയായി വളരാനായിട്ട് കഴിയുന്നത്. इस प्रकार जब हम परमेश्वर को जानना शुरू करते हैं तब हम बढ़ते जाते हैं. ദൈവം നല്ലവനാണെന്ന് നമ്മൾ അറിയണം. हम जानते हैं परमेश्वर भला है. എങ്ങനെ അറിയണമെന്ന് വചനം പറയുന്നത്? कैसे जानना है हमें परमेश्वर को? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. हमें जानना है परमेश्वर भला है, चक्कर देखना है. അതാ പരിജ്ഞാനം. ये है पहचान. നല്ലവനാണെന്ന് നമുക്ക് വല്ലവരും പറയുന്ന കേട്ട് വേണമെങ്കിലും അറിയാം. हम कह सकते हैं दूसरों की सुने सुनाई में हम बात को कह सकते മറ്റുള്ളവരുടെ हैं. അനുഭവത്തിൽ നിന്ന് പറയുന്ന കേട്ട് വേണം നമുക്കും പറയാം, ആ ദൈവം നല്ലവനാ. दूसरों के अनुभव सुनकर हम भी ये कह सकते हैं परमेश्वर भला है. അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? लेकिन उससे हमें क्या फायदा होगा? നാമും അത് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ശരിയായി ആത്മീയമായി വളരുവാൻ കഴിയുന്നത്. जब हम उस अनुभव से होकर जाते हैं तब पहचान पाते हैं परमेश्वर. അതാ പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. और यही है परमेश्वर की पहचान में बढ़ते അതാ जाना. പൗലോസും പ്രധാനമായിട്ട് പറയുന്നത്. और यही पौलोस भी जता रहा है. പത്രോസും തന്നെ ലേഖനത്തിൽ അത് തന്നെയാണല്ലോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. पतरस ने भी अपनी पत्री में यही कहकर समाप्त किया. ഇവിടെ പറയുന്നിടത്ത് രണ്ട് കാര്യം പറയുന്നുണ്ട്. यहाँ 2 बातें लिखी गई हैं. ദൈവ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന് പറയുന്നുണ്ട്. और यहाँ इस प्रकार लिखा है कि प्रभु की इच्छा के अनुसार हम परमेश्वर की पहचान में बढ़ते ദൈവത്തെ जाएं. കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്ന് പറയുന്നുണ്ട്. और परमेश्वर में पहचान में ही नहीं, परमेश्वर की पहचान में भी बढ़ते रहें. ഇത് രണ്ടിന്റെയും ലക്ഷണം എന്താ, തെളിവെന്താ? और इन दोनों बातों का सबूत क्या है? ഒരു വ്യക്തി ദൈവത്തെ കുറിച്ചുള്ള അറിവിൽ വളരുന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? परमेश्वर के बारे में कुछ जानने का सबूत क्या होता है हमारे जीवन में? വായിച്ച് നല്ല അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വല്ലതും പ്രസംഗിക്കുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും നല്ല അറിവുണ്ട്, അറിവിൽ വളർന്നിട്ടുണ്ട്. अगर अच्छी तरह पढ़े लिखे हैं वचन में तो जब उनको हम सुनेंगे प्रचार करते हुए तो समझ जाएंगे कि अच्छे से पढ़ा. അത് അറിവിൽ വളരുന്ന കാര്യമാണ്. ये केवल ज्ञान में बढ़ने की बात है. എന്നാൽ നാം വ്യക്തിപരമായി കേവലം അറിവിലല്ല വളരേണ്ടത്. അറിവിൽ വളരണം, അത് പോരാ. लेकिन व्यक्तिगत रूप से केवल इस ज्ञान में ही ना आगे बढ़े, वो जरूरी है. അനുഭവിച്ചുള്ള അറിവിൽ വളരണം. अनुभव करते हुए इस ज्ञान में बढ़ते അതാ जाना. പൗലോസ് കൊലോസ്യ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിച്ചത്. और यही पौलुस की प्रार्थना है कुलुस्से के विश्वासियों के लिए. ഇവിടെ നമ്മൾ വായിച്ച രണ്ട് വാക്യങ്ങളിൽ അതുകൊണ്ട് പ്രധാനമായിട്ട് എന്താ സാധിക്കുന്നതെന്ന് പറയുന്നുണ്ട്. और इन बातों से इनका क्या परिणाम होगा? 10ാമത്തെ വാക്യം ഇങ്ങനെ തുടങ്ങുന്നത്, 10वां पद इस प्रकार शुरू होता है. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി. और वह सब प्रकार से प्रसन्न हो. അപ്പം ദൈവം തന്റെ മക്കളിൽ പൂർണ്ണമായി പ്രസാദിക്കണം.
परमेश्वर अपने जन में पूर्ण रूप से प्रसन्न होना चाहते हैं। അത് തന്നെയാണ് ഇന്നലെയും നമ്മൾ പത്രോസിന്റെ ലേഖനത്തോട് ബന്ധപ്പെട്ട് ചിന്തിച്ചത്. और कल भी हम पत्रस की पत्री में यही बात देख रहे थे। ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നല്ല പറയുന്നത്, ये नहीं लिखा है कि हम केवल परमेश्वर को प्रसन्न करें। പൂർണ്ണമായിട്ട് പ്രസാദിപ്പിക്കണം. यहाँ जिस प्रकार लिखा है सब प्रकार से प्रसन्न അങ്ങനെ करें। പൂർണ്ണമായിട്ട് പ്രസാദിപ്പിക്കണമെങ്കിൽ अगर सब प्रकार से आप प्रसन्न करना चाहते हैं ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. तो आपको परमेश्वर की पहचान में बढ़ना होगा। നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. इस पद में जाएं। അതിന്റെ ഒന്നാമത്തെ ഭാഗം പറയുന്നത് सबसे पहले भाग में കർത്താവിന് യോഗ്യമാകും നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറങ്ങി വരണം. और हम देखते हैं तुम सारे आत्मिक ज्ञान और समझ सहित परमेश्वर की इच्छा की पहचान में परिपूर्ण हो जाओ ताकि तुम्हारा चाल चलन प्रभु के योग्य हो। അപ്പൊ അവിടെ പറയുന്നത് ദൈവ ഇഷ്ടത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിറങ്ങി വരണം. और यहाँ इस प्रकार बताया है कि परमेश्वर की इच्छा की पहचान में परिपूर्ण होए। നമുക്കറിയാം ദൈവ ഇഷ്ടത്തെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ വചനം പഠിപ്പിക്കുന്നുണ്ട്. हम जानते हैं परमेश्वर की इच्छा के बारे में वचन हमें कई നമ്മൾ बातें ദൈവഹിതം सिखाते हैं। അറിയണം. हमें परमेश्वर की इच्छा को समझना है, ദൈവഹിതപ്രകാരം നമ്മൾ ജീവിക്കണം. परमेश्वर की इच्छा के अनुसार जीना ആ है। ദൈവഹിതത്തിന്റെ ഒരു പ്രത്യേകത റോമലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. और परमेश्वर की इच्छा के बारे में रोमियो की पत्री 12वें अध्याय में एक बात बताई गई അതിന്റെ है। രണ്ടാമത്തെ വാക്യം, उसके दूसरे पद ഈ में ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. और हम देखते हैं इस संसार के सदृश ना बने परंतु परमेश्वर की भली भावती और सिद्ध इच्छा अनुभव से मालूम करें। അപ്പം ദൈവഹിതത്തിന്റെ പ്രത്യേകത എന്താ? और परमेश्वर की इच्छा की खूबी മൂന്ന് क्या है? പ്രത്യേകതകൾ അവിടെ പറയുന്നുണ്ട്. 3 खूबियों के बारे में देखते അത് हैं। നന്മയുള്ളതാണ്, वो भली है, അത് നന്മയും പ്രസാദം ദൈവം പ്രസാദിക്കുന്നതാണ്, और भावती है परमेश्वर को, അത് പെർഫെക്റ്റാ പൂർണ്ണതയുള്ളതാണ്. और ये सिद्ध है। നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്താലോ अगर हम अपनी इच्छा से काम करें तो അതെപ്പോഴും നല്ലതാന്ന് പറയാൻ പറ്റത്തില്ല. क्या वो हमेशा अच्छा ही होगा? അത് ദൈവം പ്രസാദിക്കുന്നതാന്ന് പറയാൻ പറ്റത്തില്ല. हम नहीं कह सकते कि इससे परमेश्वर प्रसन्न അത് है, പെർഫെക്റ്റ് ആണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. और हम नहीं कह सकते कि ये सिद्ध भी है। എന്നാൽ ദൈവ ഇഷ്ടത്തെ നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ, लेकिन अगर हम परमेश्वर की इच्छा को अपने जीवन में ആ पहचाने, പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്നാൽ जब उस पहचान में हम बढ़ते जाते हैं, അതായിരിക്കും നല്ലത്. वो ही भला होगा। അപ്പൊ ദൈവം തന്റെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യുന്നോ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റിയാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗുഡ് നന്മ. अगर परमेश्वर की इच्छा के अनुसार जो परमेश्वर चाहते हैं हमारे जीवन में भी हम वो कर पाए तो वो सबसे भला होगा। നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ വചനത്തിൽ വായിക്കുന്നതും. हम इसी प्रकार वचन में भी पढ़ते हैं, ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ എന്ത് തന്നാലും അത് നല്ലതിനാ. और इसलिए हम वचन में पढ़ते हैं कि हमारे जीवन में जो भी होता है वो सब സകലവും बातें നന്മയ്ക്കായി भलाई के കൂടി लिए होती हैं। വ്യാപരിപ്പിക്കുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. हम वचन में यही पढ़ते हैं कि सब वस्तुएं जो है भलाई ही उत्पन्न करती हैं। അത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് തന്നാലും അത് നല്ലതിനാ. अगर आर्थिक हमारे जीवन में कमी है तो वो अच्छे के लिए है। അത് കഷ്ടതയും രോഗവും തന്നാൽ അതും നല്ലതിനാ. अगर हमारे जीवन में दुख या रोग है वो भी हमारी भलाई के അപ്പൊ लिए है। ദൈവം എന്ത് തരുന്നു അത് ദൈവ ഇഷ്ടം അനുസരിച്ച് തരുന്നതാണെങ്കിൽ അത് ഗുഡ് നല്ലതാ. अगर परमेश्वर अपनी इच्छा के अनुसार हमारे जीवन में जो भी देना चाहे वो भला ही हो। അത് നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൽ നാം തൃപ്തിയോടെ ജീവിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമാണ്. जब हम उसको अनुभव करके अपने जीवन में संतोष में आगे बढ़ते हैं तो उससे परमेश्वर की हम पहचान അത് കുറവില്ലാത്തതാ, അത് പെർഫെക്റ്റാ, അത് പൂർണ്ണതയുള്ളതാ. वो हम जानते हैं कि वो सिद्ध बात होगी। ആ ദൈവഹിതത്തെ നമ്മൾ അനുഭവിച്ച് ആ അറിവിൽ ആ പരിജ്ഞാനത്തിൽ നമ്മൾ വളരുക. और उस परमेश्वर की इच्छा को अपने जीवन में पहचानते हुए हम आगे बढ़े। അങ്ങനെ ദൈവ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിലാണ് വളരുന്നതെങ്കിൽ अगर आप परमेश्वर की इच्छा की पहचान में आगे बढ़ रहे हैं, അതിന്റെ രണ്ട് ലക്ഷണങ്ങളാണ് ഈ വാക്യം പറയുന്നത്. और यहाँ उस पद में उसके 2 सबूत आपको दिखेंगे। ഒന്ന്, അങ്ങനെയുള്ളവര് കർത്താവിന് യോഗ്യമായി നടക്കും. ऐसे जो मनुष्य होंगे वो प्रभु के उनका चाल चलन प्रभु के योग्य हो। രണ്ട്, അവര് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നടക്കും. और वो सारे आत्मिक ज्ञान और समझ सहित चलेंगे। കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? हमारा चाल चलन प्रभु के योग्य हो, इसका अर्थ क्या है? കർത്താവ് വചനത്തിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെ നടക്കണമെന്ന്. प्रभु ने अपने वचन में बताया हमारा चाल चलन किस प्रकार होना പ്രത്യേകിച്ച് चाहिए, പൗലോസിലൂടെയാണ് കൂടുതലും അത് എഴുതി തന്നിരിക്കുന്നത്. और पौलुस के द्वारा ज्यादा ये बताया गया है। പഴയ നിയമത്തിൽ നല്ല ദൃഷ്ടാന്തങ്ങളുണ്ട്. पुराने नियम में कई उदाहरण है। ഹാനോക്ക് എങ്ങനെയാ നടന്നത്, और हानोक के बारे में कैसे നോഹ चला? എങ്ങനെയാ നടന്നത്, नूह कैसे चला ദൈവത്തോട് കൂടെ. परमेश्वर के साथ। പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗലോസ് അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. और नए नियम में जब आते हैं तो पौलुस उसी बात को दोहराता है। നിങ്ങൾ എങ്ങനെ നടക്കണം, कैसे आप चलें? വെളിച്ചത്തിലുള്ളവരായി നടക്കണം, आप ज्योति में चलें, സ്നേഹത്തിൽ നടക്കണം, प्रेम में चलें, സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം, और उस सुसमाचार के अनुसार चलें, ജ്ഞാനികളായി നടക്കണം, और ज्ञानियों की तरह चलें, ദൈവപ്രസാദത്തിന് യോഗ്യമായി നടക്കണം. परमेश्वर को प्रसन्न करते हुए चलें। ഇങ്ങനെ എങ്ങനെ നടക്കണമെന്ന് പൗലോസ് പറയുന്ന അനേക നിർദ്ദേശങ്ങൾ വചനത്തിൽ നമുക്ക് കാണാം. और इस प्रकार हम किस प्रकार हमें चलना है पौलुस कई प्रकार के निर्देश देते हैं। പക്ഷെ എങ്ങനെ നടക്കണമെന്ന് പറയുന്ന പൗലോസ് എന്ത് ചെയ്യുന്ന ആളായിരുന്നു?
लेकिन इस प्रकार जो हमें कह रहा है परमेश्वर की इच्छा के अनुसार चलें, पौलुस कैसे चलता था? പൗലോസ് നടക്കുകയല്ല, ഓടുന്നയാളായിരുന്നു. पौलुस लेकिन वो चलता ही नहीं था, वो दौड़ता था। എന്താ പൗലോസ് തന്നെ തന്റെ ജീവിതത്തിന്റെ ഒടുവിൽ പറഞ്ഞത്? पौलुस ने अपने जीवन के अंत में क्या कहा? ഞാൻ നല്ല പോർ പൊരുതു, मैंने अच्छे कुश्ती ഞാൻ लड़ी है। നിങ്ങളോട് പ്രസംഗിച്ചതുപോലെ നടന്നു തീർത്തെന്നല്ല പറഞ്ഞത്, പിന്നെ നിങ്ങളോട് നടക്കാനേ പറഞ്ഞുള്ളൂ, പക്ഷേ ഞാൻ അതിന്റെ ഒരു പടി അപ്പുറത്താ, ഞാൻ ഓടി തീർത്തവനാണ്. मैंने आप लोगों से तो कहा केवल चलने के लिए, लेकिन मेरे जीवन में मैं दौड़ता ही रहा हूँ। അങ്ങനെ തന്നെ പൗലോസ് ഒരു സാക്ഷ്യമായിട്ട് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്. और इसलिए फिलिपियों की पत्री में अपनी गवाही देते हुए पौलुस कहते ഒന്ന് हैं, ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായിട്ട് ആംഗ്യം കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്നാ പറഞ്ഞത്. और वो इस प्रकार कहता है कि मैं पीछे जो छूटी हुई वस्तुएं उन सबको भुलाकर मैं आगे जो आगे की बातों है उनकी ओर बढ़ता हुआ निशाने की ओर दौड़ा चला जाता हूँ। അപ്പൊ പൗലോസ് നടക്കുകയല്ല, ഓടുകയായിരുന്നു. पौलुस जो है वो चल नहीं रहा, वो दौड़ रहा है। അതുകൊണ്ട് കുറഞ്ഞ പക്ഷം നടക്കണമെന്നെങ്കിലും നമ്മളോട് പറയാൻ പൗലോസിന് അർഹതയുണ്ട്. इसलिए पौलुस इस बात के योग्य है कि हमसे कह पाए कि कम से कम आप चले तो सही। ഇവിടെ പറയുന്നു കർത്താവിന് യോഗ്യമായി നടക്കുക. यहाँ वो लिखता है कि प्रभु के योग्य हम चाल चले। അത് പൗലോസിന്റെ എഴുത്തുകളിൽ മാത്രം പറയുന്നതല്ല, പൗലോസിന്റെ അനുഭവത്തിലാണ്, പൗലോസ് ജീവിതത്തിൽ തെളിയിച്ചു തന്നതാണ്. लेकिन ये केवल उसकी पत्रियों में ही नहीं है, उसके जीवन में, उसके अनुभव में उसने करके ഇനി दिखाया। രണ്ടാമത്തെ കാര്യം, दूसरी बात, ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നടക്കും. और यहाँ लिखा है हम सारे आत्मिक ज्ञान और समझ सहित चलें। ഇവിടെ ജ്ഞാനവും വിവേകവും രണ്ട് വാക്കുകൾ നമുക്ക് കാണാം. हम यहाँ दो शब्द देख सकते हैं, ज्ञान और समझ। അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് പരിജ്ഞാനമാകുന്നത്. इन दोनों को जब आप जोड़ेंगे तब आप ജ്ഞാനം पहचान നമുക്ക് को വായിച്ചു पाएंगे। കിട്ടും, ज्ञान जो है पढ़ के आप समझ ജ്ഞാനം जाएंगे। നമുക്ക് പ്രസംഗത്തിലൂടെ കേട്ട് മനസ്സിലാക്കാം. ज्ञान जो है आप प्रचार के द्वारा प्राप्त പക്ഷെ कर सकते हैं। ജ്ഞാനത്തിന്റെ കൂടെ വിവേകം കൂടെ വരുമ്പോൾ അതിന് പരിജ്ഞാനം എന്ന് വിശേഷിപ്പിക്കാം. जब आप लेकिन ज्ञान के साथ समझ को जोड़ेंगे तब वो पहचान बनता है। എന്താ ജ്ഞാനവും വിവേകവും? ये ज्ञान और समझ क्या है? പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. और पुराने नियम में व्यवस्था विवरण में इजरायलियों के संबंध में ये बात कही है। ജാതികൾ പറയുന്ന കാര്യമാണ്, और जो अन्य जातियां वो इस प्रकार कहते അവർക്ക് हैं, നല്ല പ്രമാണങ്ങളുണ്ട്, उनके पास बहुत सारे नियम और कानून हैं, അവരത് അനുസരിക്കുകയും കൂടെ ചെയ്യുന്നുള്ളത് കൊണ്ട് അവർക്ക് നല്ല വിവേകവും ഉണ്ട്. क्योंकि वो उसके अनुसार चलते हैं इसलिए उसकी समझ भी रखते हैं। അവൻ ജ്ഞാനം ഉണ്ട്, അത് ശരിക്കും പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുന്നുവെങ്കിൽ എന്തും കൂടെ ഉണ്ടെന്ന അർത്ഥം വിവേകമുണ്ട്. अगर आपके पास ज्ञान है, अगर आप अपने कार्यों के द्वारा उस ज्ञान को दर्शाते भी हैं, तो उसका अर्थ है कि आप में समझ भी है। നമുക്ക് ലഭിച്ച ജ്ഞാനത്തിനനുസരിച്ച് ജീവിക്കുന്നത് വിവേകമുണ്ടെങ്കിലാ. अगर हम अपने जो हमें ज्ञान प्राप्त है उसके अनुसार जब जीते हैं तो उसका कारण होता है हमारे अंदर वो समझ। നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ കുടുംബജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. हम जानते हैं पत्रस अपनी पत्रियों में पारिवारिक जीवन के बारे में कुछ बताते हैं, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോടാ പറയുന്നത്. और विशेषकर जो है वो पतियों से कहा गया है, സ്ത്രീജനം ബലഹീന പാത്രമാ, ആ അറിവ് നിങ്ങൾക്കുണ്ട്, ആ ജ്ഞാനം നിങ്ങൾക്കുണ്ട്, ആ ജ്ഞാനം ഉള്ളത് കൊണ്ട് ആ ജ്ഞാനത്തിന്റെ കൂടെ നിങ്ങൾ വിവേകം കൂടെ കാണിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. आप जानते हैं कि स्त्री जो है वो निर्बल पात्र है, उसको जानकर उसका आदर करते हुए बुद्धिमानी से आपको व्यवहार करना है। 1 പത്രോസ് 3-7 വാക്യം. और पहले पत्रस 3:7, അപ്പം വിവേകത്തോടു കൂടി വസിക്കണമെന്നാ പറയുന്നത്. और यहाँ लिखा गया बुद्धिमानी से व्यवहार करना അപ്പൊ है। ബലഹീന പാത്രമാണെന്നുള്ള അറിവ് മാത്രം പോരാ, लेकिन केवल यही नहीं समझना कि वो निर्बल पात्र है, അതിന്റെ കൂടെ വിവേകം കൂടെ ചേരുമ്പം കുടുംബ പ്രാർത്ഥന മുടങ്ങുകയില്ല. केवल जानना ही नहीं समझना भी है, तो जो पारिवारिक प्रार्थना है उसमें कोई बाधा नहीं आएगी। അപ്പൊ എന്തുകൂടെ വേണം ജ്ഞാനത്തിന്റെ കൂടെ? तो आपके ज्ञान के साथ क्या चाहिए? ജ്ഞാനം കൂടെ വേണം, समझ भी സോറി चाहिए। വിവേകം കൂടെ വേണം. समझ भी चाहिए। ഇത് ഏറ്റവും കൂടുതൽ ജ്ഞാനമുള്ള ഒരു വ്യക്തി, അങ്ങനെ അറിയപ്പെടുന്ന വ്യക്തി ബൈബിളിലൂടെ നമുക്കറിയാം. അതാരാ? हम पवित्र में जानते हैं कि ऐसा व्यक्ति जो बहुत ज्ञानी था, ശലോമോൻ. सुलेमान। ജ്ഞാനി എന്നാണ് അറിയപ്പെടുന്നത്. ज्ञानियों में सबसे बड़ा ज्ञानी। ഈ ശലോമോനെ ദൈവം രാജാവായി തെരഞ്ഞെടുത്തു. सुलेमान को परमेश्वर ने राजा के रूप में नियुक्त किया। 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിലെ വിഷയമാണ്. और हम पहले राजाओं उसके 3रे अध्याय में इस बात को ആ देखते हैं। രാജാവായിട്ട് തെരഞ്ഞെടുത്തിട്ട് ദൈവം ശലോമോനോട് ഒരു കാര്യം പറയുകയാണ്. और इस प्रकार राजा के रूप में चुनकर परमेश्वर सुलेमान से एक बात कहते നിന്റെ हैं, അപ്പനായ ദാവീദിന് പകരം നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുക. मैंने तेरे स्थान दाऊद के स्थान पर तुझे राजा അതുകൊണ്ട് नियुक्त ഇനി किया നീ है। രാജാവായിട്ടിരിക്കാൻ പോവാണ്. अब तू राजा बन के आगे बढ़ेगा, നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വരം എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. और तुझे जो वर चाहिए तू मांग। ഒരു വരം ചോദിക്കാനാ പറഞ്ഞു. एक बात मांगने को कहा। എന്താ ശലോമോൻ ചോദിച്ചത്? और हम देखते हैं सुलेमान ने क्या बात ശലോമോൻ मांगी। ദൈവത്തോട് തിരിച്ചൊരു വരം ചോദിച്ചു. और सुलेमान ने एक बात मांगी। എന്താ ചോദിച്ചതെന്നറിയാമോ? क्या पूछा? ഈ ജനത്തെ ശരിക്ക് ന്യായപാലനം ചെയ്യാൻ ആവശ്യമുള്ള വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. और उसने इस प्रकार मांगा कि अपनी प्रजा को न्याय करने के लिए समझने की एक शक्ति दे। ജ്ഞാനമല്ല ചോദിച്ചത്, उसने ज्ञान नहीं मांगा, വിവേകമാ ചോദിച്ചത്. उसने समझ मांगी। എന്നിട്ട് അതേക്കുറിച്ച് താഴെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? और उसके बीच बारे में नीचे क्या लिखा है? ദൈവത്തിന് അത് ഇഷ്ടമായി. और प्रभु प्रसन्न हुए। അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്,
और ऐसा लिखा है, നീ ശത്രു സംഹാരം ചോദിച്ചില്ല, और इस प्रकार लिखा है, तूने अपने शत्रुओं का वध संपत्ति नहीं ചോദിച്ചില്ല, चाहा, तूने धन संपत्ति നീ नहीं मांगा, ദീർഘായുസ് ചോദിച്ചില്ല, तूने एक लंबी आयु नहीं നീ मांगी, വിവേകമാ ചോദിച്ചത്. तूने समझ मांगी है। അതുകൊണ്ട് ഞാനിപ്പോ നിനക്ക് ജ്ഞാനവും വിവേകവും കൂടെ തരാൻ പോവാ. और इसलिए जो है मैं तुझे समझने के विवेक का वरदान देता അപ്പൊ हूँ। ജ്ഞാനം മാത്രമായിരുന്നു ചോദിച്ചിരുന്നെങ്കിലോ, अगर केवल उसने ज्ञान या बुद्धि मांगी होती, വിവേകമില്ലാത്ത ജ്ഞാനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. बिना विवेक के या समझ के उस बुद्धि का कोई फायदा नहीं। അപ്പം ജ്ഞാനത്തോടുകൂടി വിവേകം കൂടെ വരുമ്പോഴാണ് ആ ജ്ഞാനം കൊണ്ട് പ്രയോജനം उस ഉണ്ടാകുന്നത്. ज्ञान के साथ समझ या विवेक जब जुड़ता है तब उसका फायदा होता है। ഞാൻ അതിങ്ങനെ പറയട്ടെ, വിവേകമില്ലാത്ത ജ്ഞാനം പ്രയോജനരഹിതമായ ജ്ഞാനമാണ്. और हम जानते हैं कि बिना विवेक के जो बुद्धि या ज्ञान है उसका कोई लाभ नहीं। അപ്പം നമുക്കൊക്കെ ഒത്തിരി ജ്ഞാനമുണ്ട്, ഒത്തിരി അറിവുണ്ട്. ദൈവവചനം പഠിച്ചും മനസ്സിലാക്കിയും ഒക്കെ, പ്രത്യേകിച്ച് വേർപെട്ട ദൈവമക്കൾ ആ ജ്ഞാനത്തിന്റെ അറിവിന്റെ കാര്യത്തിൽ വളരെ മുമ്പിലാണ്. हम जानते हैं कि हम सब जो है परमेश्वर के वचन में ज्ञानी हैं, विशेषकर जो ब्रदरन हैं, हम लोग काफी वचन में आगे बढ़े हुए हैं। എന്നാൽ ആ ജ്ഞാനത്തിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, लेकिन अगर उस ज्ञान के अनुसार हमारे जीवन में कार्य नहीं है तो ആ ജ്ഞാനം കൊണ്ട് എന്ത് പ്രയോജനം? उस ज्ञान का क्या फायदा? അത് ശലോമോന് മനസ്സിലായി. वो सुलेमान को समझ आया, അതുകൊണ്ടാണ് ശലോമോൻ അങ്ങനെ തന്നെ ദൈവത്തോട് ആ കാര്യം ആവശ്യപ്പെട്ടത്. इसलिए सुलेमान ने इस बात को वर के रूप में मांगा। ഞാനൊരു വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. एक और पद को हम पढ़ेंगे, സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം, नीति वचन 24वां अध्याय, അതിന്റെ 3-4 വാക്യങ്ങൾ. उसका तीसरा और चौथा पद। ഒരു ഭവനം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് പറയുന്നതാണ്. और यहाँ हम देखते हैं एक भवन के निर्माण के बारे में। ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ध्यान से देखें, ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, घर बुद्धि से बनता है വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. और समझ के द्वारा स्थिर होता है। അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിയാൽ എന്തുണ്ട്? अगर ये दोनों जुड़ जाएं तो क्या होगा? പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. और ज्ञान के द्वारा कोठरियां सब प्रकार की बहुमूल्य और मनोहर वस्तुओं से भर जाती हैं। ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? अगर एक घर बनाना है तो आपको क्या क्या चीजें चाहिए? അതിന് ഇഷ്ടിക വേണം, മണല് വേണം, അതുപോലുള്ള കമ്പി വേണം, സിമെന്റ് വേണം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. आपको ईंट चाहिए होगा, रेत चाहिए होगा, सरिये चाहिए होंगे, इस प्रकार के निर्माण वस्तुएं चाहिए എന്നാൽ होंगी। ഒരു ഭവനം പണിയണമെങ്കിലോ, लेकिन अगर आपको अपना एक घर ഭവനം പണിയാൻ बनाना है, ഇതൊന്നും അല്ല വേണ്ടത്. लेकिन घर बनाने के लिए ये सब नहीं चाहिए। ഭവനം പണിയാൻ വേണ്ട 3 കാര്യങ്ങളാണ്. घर बनाने के लिए 3 वस्तुओं की ഇതാരാ जरूरत है। പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ये किसने कहा है? ശലോമോനാ പറഞ്ഞിരിക്കുന്നത്. सुलेमान ने कहा है। വിവേകം ചോദിച്ച് ജ്ഞാനവും വിവേകവും കൂടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ശലോമോനാ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. केवल उसने विवेक मांगा लेकिन बुद्धि और विवेक दोनों प्राप्त हुआ। ഒരു ऐसा ഭവനം सुलेमान कहता പണിയേണ്ടത് ജ്ഞാനം കൊണ്ടാണ്. है। वो कहता है कि घर बुद्धि से बनता है, എന്നാൽ അത് നിലനിൽക്കണമെങ്കിൽ എന്തുകൂടെ വേണം? लेकिन अगर वो स्थिर होना है तो क्या चाहिए? വിവേകം കൊണ്ട് അത് നിലനിൽക്കുന്നത്. समझ के द्वारा ही स्थिर होता है। ഇനി അതിന്റെ മുറികൾ മുഴുവൻ നല്ല സമ്പൽ സമൃദ്ധമായും മനോഹരമായും ഇരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? अगर उसकी सब कोठरियां या कमरे जो है सब प्रकार की बहुमूल्य मनोहर वस्तुओं से भरना है तो क्या चाहिए? പരിജ്ഞാനമാ വേണ്ടത്. पहचान या यहाँ जो लिखा അങ്ങനെ है നമ്മൾ ज्ञान। ആത്മീയമായി വളരേണ്ടത്. इसी प्रकार हम आत्मिक रूप से बढ़ेंगे। അവിടെ ശലോമോൻ ഭവനം എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തെ കുറിച്ചല്ല എന്ന് നമുക്കറിയാം. हम समझ सकते हैं घर का अर्थ केवल एक इमारत नहीं है। നാം കുടുംബങ്ങൾ പണിതുയർത്തുന്ന ഭവനങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. हम जान सकते हैं, समझ सकते हैं कि ये परिवार जो एक घर है उसकी बात അത് की जाए। ശരിയായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ अगर वो सही से आगे बढ़ना है, കേവലം അറിവ് പോരാ. केवल ज्ञान नहीं, പിന്നെ എന്താ അത്യാവശ്യം വേണ്ടത്? जरूरी क्या है? വിവേകം ആവശ്യമാണ്. समझ की जरूरत है। അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. यहाँ हम देखते हैं, ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും, और हम देखते हैं सब प्रकार के आत्मिक ज्ञान और समझ सहित। അവിടെ പറയുന്നത് ആത്മീകമായ ജ്ഞാനം, और यहाँ देखते हैं आत्मिक ज्ञान ആത്മീകമായ വിവേകം. और आत्मिक समझ। ആത്മീകമായ ജ്ഞാനവും വിവേകവും എന്ന് പറയുന്നിടത്തും ഒരു വിശേഷണം കൊടുത്തിരിക്കാൻ ശ്രദ്ധിക്കുക. സകല ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും. और इस आत्मिक और ज्ञान और समझ की एक और विशेषता यहाँ जोड़ रखी है, सारे आत्मिक ज्ञान। അങ്ങനെ വേണം ദൈവേഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ ഇറങ്ങി വരുവാൻ. और इस प्रकार इसके सहित आप परमेश्वर की इच्छा की पहचान में परिपूर्ण അപ്പൊ हो। പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ अगर पहचान में बढ़ने की बात करें तो അതിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. उसके सबूत इस प्रकार होंगे। അവർ കർത്താവിന് യോഗ്യമായിട്ടായിരിക്കും നടക്കുന്നത്. वो प्रभु, उनका चाल चलन प्रभु के योग्य होगा। അവർക്ക് ജ്ഞാനം മാത്രമല്ല, പിന്നെ എന്തുകൂടെ ഉണ്ടായിരിക്കും? വിവേകം കൂടെ ഉണ്ടായിരിക്കും. उनके पास केवल ज्ञान ही नहीं, उसकी समझ भी होगी। നമുക്ക് തന്നെ അറിയാം, നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ കാണിക്കുന്നതെല്ലാം കുരുത്തക്കേടാണെങ്കിൽ നമ്മൾ എന്നാ പറയും? പഠിത്തമൊക്കെ ഉണ്ട്, പക്ഷെ ആളിന് ഒരു
നമ്മുടെ നാടൻ മലയാള ഭാഷ പറഞ്ഞ ഒരു വിവരവും ഇല്ലെന്ന് പറയും. और अगर हम देखें कोई अच्छा शिक्षित व्यक्ति हो लेकिन उसके जीवन के कार्य जो है सब बेकार हो, तो हम इस प्रकार कहेंगे ये व्यक्ति की शिक्षा का कोई अर्थ नहीं. അതുകൊണ്ട് ദൈവമക്കളെ ഞാൻ പ്രത്യേകം ഇങ്ങനെ പറയട്ടെ, प्रियजनों मैं इस प्रकार कहना चाहूंगा, ശരിയായ ആത്മീക വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് കൂടിയാണ്. सही जो आत्मिक उन्नति है, जो ज्ञान हमें प्राप्त हुआ है, वो जब सही समझ के साथ उसमें हम कार्यों में जाते हैं, അത് നമ്മുടെ കുടുംബത്തിലും वही हमारे परिवारों അത് में നമ്മൾ भी, ജീവിക്കുന്ന സമൂഹത്തിലും जिस समाज में हम അത് जीते हैं, നമ്മുടെ സഭാ ജീവിതത്തിലും വെളിപ്പെടേണ്ടതാ. हमारी कलीसिया जीवन में भी, അതിനാണ് വിവേകം എന്ന് പറയുന്നത്. उसी को हम समझ या विवेक ആ कहते हैं. വിവേകമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. अगर वो समझ नहीं है तो कोई उपयोग नहीं. സദൃശവാക്യങ്ങളിൽ തന്നെ വേറൊരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, नीति वचन एक और भाग में इस प्रकार पढ़ते हैं, യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. हम यहोवा पे भरोसा रखें, अपनी बुद्धि पर भरोसा ना रखें. അപ്പൊ ഇത് എവിടുന്ന് കിട്ടേണ്ട വിവേകമാ? तो ये समझ कहाँ से मिलनी है? സ്വന്തം വിവേകത്തിലല്ല ഊന്നേണ്ടത്, अपनी समझ पे नहीं, യഹോവയിൽ ആശ്രയിച്ച് കിട്ടേണ്ട വിവേകമാ. जो समझ हमें परमेश्वर पर भरोसा करके मिलता है. അതുകൊണ്ട് ആ വിവേകത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് ആത്മീകമായ വിവേകമെന്ന്. और इसलिए उस समझ का यहाँ विशेष रूप से कहा गया है आत्मिक समझ. അപ്പൊ ഒരാൾ ശരിയായിട്ട് ആത്മീയ വളർച്ചയിലാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? तो एक व्यक्ति आत्मिक रूप से बढ़ रहा है, हम कैसे पहचानेंगे? നല്ലപോലെ പ്രസംഗിക്കാൻ അറിയാം, अच्छे तरीके से प्रचार करता है, നല്ലപോലെ സഭയിലെ കാര്യങ്ങളിലൊക്കെ മുൻപന്തി നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്, और कलीसिया की सभी गतिविधियों में सबसे आगे है. എല്ലാ പ്രവർത്തനങ്ങളിലും പോയി സഹകരിക്കുന്നുണ്ട്, सब आत्मिक गतिविधियों में आगे बढ़कर എല്ലാ हिस्सा ക്യാമ്പുകളിലും പോകുന്നുണ്ട്. लेते हैं. सभी कैंपों में जाते हैं. അത് കണ്ടാൽ നമ്മൾ എന്നാ പറയും? उसको देखकर हम क्या कहेंगे? നല്ല ആത്മീയമായി വളർന്ന ഒരു പയ്യനാ. हाँ, ये आत्मिक रूप से बढ़ने वाला एक व्यक्ति है. പക്ഷെ കാണിക്കുന്നതെല്ലാം കുരുത്തക്കേടാണേലോ, लेकिन जीवन में जो कार्य हैं वो सब बेकार हैं. എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും സഭയിൽ ഒരു പ്രശ്നക്കാരനാണേലോ, सब काम करते हैं लेकिन कलीसिया में हम दिक्कतें लाते हैं. എല്ലാ അറിവുണ്ടെങ്കിലും സഭയ്ക്ക് കീഴ്പ്പെട്ട് പോകുന്ന ആളല്ലെങ്കിലോ, सब ज्ञान तो है लेकिन कलीसिया के अधीन नहीं ആ है. അറിവ് കൊണ്ട് എന്നാ പ്രയോജനം? इस ज्ञान का क्या ആ फायदा? പ്രവർത്തനങ്ങൾ കൊണ്ട് എന്താ പ്രയോജനം? उन गतिविधियों ആ का क्या പ്രസംഗം കൊണ്ട് फायदा? എന്താ പ്രയോജനം? उन प्रचारों का क्या അവിടെയാണ് फायदा? വിവേകം ആവശ്യമായിട്ടുള്ളത്. वही समझ की जरूरत है, അതാണ് ആത്മീയ വളർച്ചയുടെ ലക്ഷണം. और वो है आत्मिक उन्नति के लक्षण. അതാണ് ഈ ഭാഗത്ത് പൗലോസ് കൊലോസി വിശ്വാസികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്. और उसी के लिए प्रार्थना कर रहा है यहाँ पौलुस कोलोसे के विश्वासी. ജയിലിൽ കിടന്ന പൗലോസിന്റെ ഹൃദയത്തിലെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന വിഷയം അതാ. और कारावास में जो पौलुस है उसके हृदय का सबसे बड़ा भार यही. ഇതിന്റെ മുകളിൽ പൗലോസ് പറയുന്നുണ്ട്, इसके ऊपर जो है पौलुस इस നിങ്ങളുടെ प्रकार സഭയിൽ ഒരു कहते हैं, എപ്പഫ്രാസ് ഉണ്ട്, आपकी कलीसिया में एक അവൻ നിങ്ങളെ एपफ्रास വചനം है, പഠിപ്പിക്കുന്നുണ്ട്, और वो आपको वचन से सिखा അതുകൊണ്ട് रहा है, നല്ല അറിവ് നിങ്ങൾക്ക് കിട്ടും. और उससे अच्छी शिक्षा तुमने प्राप्त की है. ആ പൗലോസ് ജയിലിൽ കിടന്ന് പറയുക, ദൈവമേ അവർക്ക് അങ്ങനെ അറിവ് കിട്ടാനുള്ള എല്ലാ സോഴ്സും ഉണ്ട്, പക്ഷേ ആ കൂടെ എന്തൂടെ കൊടുക്കണം? വിവേകം കൂടെ കൊടുക്കണം. वो इस प्रकार प्रार्थना कर रहा है, परमेश्वर उनको ज्ञान प्राप्त करने के सारे स्रोत उनके पास है लेकिन उन्हें समझ भी दें. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, നമ്മുടെ ഇടയിൽ, ദൈവമക്കളുടെ ഇടയിൽ, നമ്മുടെ സഭകളുടെ ഇടയിൽ നല്ല ജ്ഞാനമുള്ള ഒത്തിരി പേരുണ്ട്, പക്ഷെ പലരെ നോക്കി അവർക്ക് എന്തില്ല. अगर मैं इस प्रकार से कहूँ तो हमारे परमेश्वर के कलीसिया में समूह में कई ऐसे लोग हैं जिनके पास भरपूरी से ज्ञान तो है लेकिन उनके जीवन को जब हम देखते हैं तो क्या समझे? ഇതെന്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഈ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഭാഗത്തോട് ബന്ധപ്പെട്ട് അവരവരെ ചിന്തിച്ചോളുക. मैं उसको बताना नहीं चाहूंगा, आपने जो पढ़ा है उसी से आप समझ जाए उनके जीवन में क्या नहीं അതാണ് ശരിയായ ആത്മീയ വളർച്ചയുടെ है. और वो है सही आत्मिक उन्नति. ഇനി അടുത്ത് പറയാണ്, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. और आगे लिखा है, तुम में हर प्रकार के भले कामों का फल लगे और तुम परमेश्वर की पहचान में बढ़ते जाओ. ഒരു ഭവനത്തിന്റെ മുറികൾ മുഴുവൻ എങ്ങനെ നിറഞ്ഞു വരണമെന്നാ നമ്മളിപ്പോ സദൃശവാക്യത്തിൽ വായിച്ചത്. नीति वचन में हमने क्या पढ़ा? एक घर की कोठरियों में अच्छी वस्तुएं कैसे भरती हैं? സമ്പത്ത് കൊണ്ട് നിറയണം. वो धन से भरनी चाहिए. ഏതാണ് ആ സമ്പത്ത്? कौन सा धन? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലെ സമ്പത്ത്. परमेश्वर के पहचान का धन. എന്താ അതിന്റെ അർത്ഥം? उसका अर्थ क्या है? നമ്മുടെ വീടിന്റെ മുറികളല്ല പറയുന്നത്, हमारे घर में कितने कमरे हैं इसका നമ്മുടെ अर्थ नहीं है. ഭവനത്തിന്റെ മുറികൾ, हमारे जो उस इमारत की बात नहीं, हमारे घर की നമ്മുടെ बात हो കുടുംബ रही है. ജീവിതത്തിന്റെ വ്യത്യസ്ത അറകൾ, हमारे पारिवारिक जीवन में जो अलग अलग कोठरियां हैं അത് മുഴുവൻ സമ്പൽ സമൃദ്ധമായിരിക്കണം. उसके अंदर जो है वो इस धन से भर जाना चाहिए. അത് എങ്ങനെയാണ് നിറഞ്ഞു വരേണ്ടത്? वो कैसे भरेगा? ഏത് സമ്പത്ത് കൊണ്ടാണ് നിറയേണ്ടത്? कौन से धन से भरना है? ദൈവത്തെ രുചിച്ചറിഞ്ഞ് കിട്ടുന്ന സമ്പത്ത് കൊണ്ട്. परमेश्वर को चख कर देख कर जो धन है उससे भरा हुआ है. ആ കുടുംബ ജീവിതത്തിന്റെ, ആ ഭവനത്തിന്റെ ഓരോ അറകളിലും ദൈവത്തെ രുചിച്ചറിയുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഭവനം സമ്പൽ സമൃദ്ധമായി മുൻപോട്ട് പോകുന്ന ഒരു ഭവനമാണ്. उस भवन में, उस घर में, पारिवारिक जीवन में, हर एक कोठरी में बहुमूल्य वस्तुएं तब भरेंगी जब हम परमेश्वर को अनुभव करते हुए हर एक क्षण में आगे बढ़ रहे हैं. അവിടെ ചിലപ്പോൾ കഷ്ടത ഉണ്ടായിരിക്കാം, वहां बहुत दुख होंगे, അവിടെ രോഗങ്ങൾ ഉണ്ടായിരിക്കാം, बहुत सारे रोग അവിടെ होंगे, പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം, वहां मुश्किलें होंगी, അവിടെ വേദനകളുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. दर्द भरे बहुत अनुभव പക്ഷെ होंगे. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഇരുന്ന് അവിടുന്ന് രുചിച്ച് നല്ല അനുഭവങ്ങൾ പ്രാപിച്ച് മുൻപോട്ട് പോകുകയാ. ആ ഭവനം സമ്പൽ സമൃദ്ധമായി മുൻപോട്ട് പോകുകയാ. वो लेकिन हर दिन परमेश्वर की उपस्थिति में
अनुभव करते हुए चखते हुए उस अनुभव में निरंतर आगे बढ़ने से वो घर जो है वो भरता जा रहा है। അങ്ങനെയാണ് നമ്മുടെ ഭവനങ്ങൾ സമ്പൽ സമൃദ്ധമാകേണ്ടത്. और इस प्रकार से हमारे घर में या परिवार में वो बहुमूल्य वस्तुएं भरनी है। നമ്മളൊക്കെ നമ്മുടെ വീടുകൾ നല്ല സമ്പൽ സമൃദ്ധമായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. हम सब चाहते हैं कि हमारे भवन में समृद्धि आए। അത് ഏത് സമ്പത്താ? वो कौन सा धन है? ലോകത്തിന്റെ സമ്പത്ത് കൊണ്ട് നിറയണം. सब चाहते हैं संसार का धन भरते रहे, ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകണം, बिना किसी तकलीफ के आगे बढ़ना है, കഷ്ടതയില്ലാതെ മുമ്പോട്ട് പോകണം. बिना दुख के आगे बढ़ना है। പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത് അതൊക്കെ ഉണ്ടെങ്കിലും വീട് ഭവനത്തിന്റെ മുറികൾ സമ്പൽ സമൃദ്ധമായിരിക്കും. लेकिन परमेश्वर का वचन ये कहता है कि इन बातों से नहीं, ये जो बातें लिखी है उससे जो है आपका घर जो है भरना चाहिए। എപ്പോഴും कब? അവിടെ ദൈവത്തെ രുചിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ. जब हमारे जीवन में परमेश्वर को चखने का अनुभव होगा। ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയാം, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. आप एक और बार उस पद को याद करें, चक्कर जाने की यहोवा कैसा നീ भला। അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നു എങ്കിൽ अगर आप ऐसे परमेश्वर की पहचान में बढ़ रहे हैं तो അതിന്റെ മറ്റൊരു ലക്ഷണം അവിടെ പറയുന്നുണ്ട്. उसका एक और लक्षण या सबूत आपको दिखेगा। 10 വാക്യത്തിൽ തന്നെ പറയുന്നതാണ്, 10वें पद में സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. वहां लिखा गया है, तुम में हर प्रकार के भले कामों का फल लगे और तुम परमेश्वर की पहचान में बढ़ते जाओ। ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നവരാണെങ്കിൽ അവർ സകല സൽപ്രവൃത്തികളിലും ഫലം കായ്ക്കുന്നവരായിരിക്കും. अगर आप परमेश्वर की पहचान में बढ़ रहे हैं तो उसका अर्थ है कि आप हर प्रकार के भले कामों का फल आपके जीवन में लगेगा। നമുക്കറിയാം നമ്മൾ സൽപ്രവൃത്തികളാൽ രക്ഷിക്കപ്പെട്ടവരല്ല. हम जानते हैं हम भले कामों से उद्धार नहीं पाए हैं, രക്ഷയ്ക്ക് ഒരു പ്രവൃത്തിയും ആവശ്യമായിരുന്നില്ല. उद्धार के लिए कोई कार्य की आवश्यकता नहीं है, പക്ഷെ നമ്മളെ ദൈവം രക്ഷിച്ചത് സൽപ്രവൃത്തി ചെയ്യാൻ കൂടിയാണ്. लेकिन परमेश्वर ने हमें उद्धार दिया है कि हम भले कार्य करें। നമ്മൾ എഫേസ്യ ലേഖനത്തിൽ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, और हम एफिसियों की पत्री में वही पढ़ते हैं, സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാ. और हम जो है भले कार्यों के लिए सृजे गए हैं। അതോട് ബന്ധപ്പെട്ട അനേക വാക്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും. इससे संबंधित कई पदों को हम पवित्र वचन में നമ്മൾ देखते മറ്റൊരു हैं। ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, दूसरे एक भाग में इस प्रकार पढ़ते हैं, നന്മ ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. हम जानते हैं कि अगर आप भलाई करना जानते हैं, अगर वो आप ना करें तो वो पाप समान है। അവിടെ പറയുന്ന വാക്യം ഞാൻ ഒന്ന് തിരുത്തുക. ബൈബിൾ തിരുത്താൻ എനിക്ക് അവകാശമില്ല, പക്ഷേ ഇന്നത്തെ പ്രായോഗിക തലത്തിൽ ഞാൻ ഒന്ന് തിരുത്തുക. मैं उसको थोड़ा सा बदलना चाहता हूँ। हम पवित्र वचन को तोड़ मरोड़ नहीं रहे हैं, ആ लेकिन വാക്യം आज ഇങ്ങനെ हम बता പറയുന്നത്, रहे हैं, നന്മ ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. इसलिए जो कोई भलाई करना जानता है और नहीं करता उसके लिए ये पाप है। ഇന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ऐसा क्यों कहा गया है? പ്രാപ്തി ഉള്ളപ്പോൾ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? अगर आप में योग्यता है, ऐसा क्यों कहा गया है? പ്രാപ്തി ഇല്ലാത്ത ആരാ ഇന്നുള്ളത്? आज ऐसा कौन है जो एक नहीं कर सकता? ദൈവജനത്തിന്റെ ഇടയിൽ നന്മ ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ആരാ ഉള്ളത്? ऐसा कौन है जो प्रभु के बीच में ये कार्य नहीं कर ഞാൻ सकता ഇവിടെ है? ഇരിക്കുന്നവരെ മാത്രം ഇപ്പൊ ഉദ്ദേശിച്ചത്. आज मैं आप सब लोगों से ही बात कर रहा എന്നാൽ हूँ, കഷ്ടത അനുഭവിക്കുന്ന ധാരാളം നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചുറ്റുപാടുകളിലുണ്ട്. लेकिन हमारे बीच में बहुत सारे ऐसे लोग हैं जो मुश्किल और दुख से നമുക്ക് जा അതിന് रहे हैं। പ്രാപ്തിയുള്ളപ്പോൾ जब हम में वो क्षमता है, അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് जो उसके योग्य हैं, ചെയ്യണമെന്നല്ല പറഞ്ഞേ. वो करना है नहीं कह रहा है। പിന്നെ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? वहाँ क्या लिखा है? ചെയ്യാതിരിക്കരുത്. ऐसा ना हो कि हमारे जीवन में वो ഒരു ना കാര്യം करें। ചെയ്യണമെന്ന് പറയുന്നതും ചെയ്യാതിരിക്കരുതെന്ന് പറയുന്നതും തമ്മിലും വ്യത്യാസമുണ്ട്. एक फर्क है, ऐसी बातें जो हमसे कहा गया है कि आपसे करना है, और ऐसी बातें जो आपसे कहा है कि बिना करे ना रहना। ദൈവം തന്റെ വചനത്തിലൂടെ തന്നെ ആദ്യത്തെ കൽപ്പന എന്താ? सबसे पहला आज्ञा जो परमेश्वर के वचन में दिया गया वो क्या है? ദൈവവചനത്തിൽ അനേക കൽപ്പനകൾ തന്നിട്ടുണ്ട്. हम जानते हैं बहुत सारी आज्ञाएं दी गई हैं। ആദ്യത്തെ കൽപ്പന അത് ആദാമിന് കൊടുത്ത കൽപ്പനയാ. हम देखते हैं सबसे पहली आज्ञा जो है वो आदम को दी गई थी। എന്താണെന്നറിയാമോ? क्या दिया गया ഒരു था? വൃക്ഷത്തിന്റെ ഫലം കാണിച്ചിട്ട് പറയാ, ഇത് തിന്നരുത്. और एक वृक्ष को दिखाया और कहा इसका फल आप ना खाएं। അരുതെന്നുള്ളതാണ് ആദ്യം കൊടുത്ത കൽപ്പന. नहीं जो करना है वो पहले बताया गया। പിന്നീട് 10 കൽപ്പനകളുണ്ട്. और हम देखते हैं फिर 10 आज्ञाएं दी गई 10 हैं। കൽപ്പനകളിൽ കൂടുതലും ചെയ്യണമെന്ന് പറയുന്നതാണോ ചെയ്യരുതെന്ന് പറയുന്നതാണോ? इन 10 आज्ञाओं में ज्यादातर बातें करने वाली हैं या ना करने वाली ആ हैं? 10 കൽപ്പനകളിൽ ഭൂരിഭാഗവും അരുതെന്ന് പറയുന്നതാ. और भी जो 10 आज्ञाएं हैं उसमें ज्यादातर जो बातें नहीं करने की കൊല हैं। ചെയ്യരുത്, आप खून മോഷ്ടിക്കരുത്, ना करें, चोरी ना करें, വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാർ ना करें। ഇങ്ങനെ അരുത് അരുത് എന്ന് പറയുന്നതാ കൂടുതലും. और यहाँ ज्यादातर बातें लिखी है नहीं करना, नहीं करना। ഈ അരുതെന്ന് പറയുന്നത് ലംഘിച്ചാലുള്ള ശിക്ഷയും ഗൗരവമേറിയതാ. और अगर हम देखें कि ये जो नहीं करने वाले बातें अगर हम करें तो उसका परिणाम गंभीर हो सकता है। വൃക്ഷത്തിന്റെ ഫലം കാണിച്ചിട്ട് പറഞ്ഞു തിന്നരുത്, उस वृक्ष का फल दिखाया और कहा इस पेड़ के फल को ना खाएं, തിന്ന അടിയുള്ളൂ. इससे आपको मार मिलेगी। അങ്ങനെയാണോ പറഞ്ഞത്? ऐसा लिखा है क्या? വെറും അടിയല്ല അതിന്റെ ശിക്ഷ. केवल मार ही नहीं मिली, അരുതെന്ന് പറഞ്ഞത് ലംഘിച്ചാൽ മരണമാ ശിക്ഷ. अगर आपने जो नहीं करना है अगर आप करेंगे तो उसकी सजा मृत्यु है। അങ്ങനെ തന്നെയാണ് നമ്മൾ 10 കൽപ്പനകളുടെ പ്രമാണങ്ങളെ കുറിച്ച് ചിന്തിച്ചാലും മനസ്സിലാകുന്നത്. और अगर हम 10 आज्ञाओं को देखें तो ऐसे ही समझ सकते हैं। കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? और पारिवारिक जीवन से संबंधित भी यही बात कही है। ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ
വേർപിരിക്കരുത്. ऐसा लिखा है कि परमेश्वर ने जिन बातों को जोड़ा है उनको मनुष्य अलग ना करे. അപ്പൊ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അല്പം ഗൗരവം കൂടുതൽ കൊടുക്കണം. तो इसलिए जो बातें प्रभु ने लिखा है ना करें, वो अगर हम करेंगे तो गंभीर बात है. നന്മ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? और भलाई करने के बारे में क्या നന്മ लिखा है? ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യണമെന്നല്ല, ചെയ്യാതിരിക്കരുത്. अगर आप उसको जानते हैं, समझ गए हैं, आप कर सकते हैं. अगर आप नहीं करेंगे तो ऐसा ना करें. പ്രിയപ്പെട്ടവരെ, നാം സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. हम भले कार्यों के लिए सृजे गए हैं. നമ്മൾ ഇബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 13-ാം അധ്യായത്തിൽ, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. और हमें इस प्रकार से इब्रानियों की पत्री 13वें अध्याय में इस प्रकार लिखा है कि भलाई करना और उदारता दिखाना ना भूलें. അവിടെ ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? നന്മ ചെയ്യണം കൂട്ടായ്മയും കാണിക്കണം എന്ന് പറഞ്ഞാൽ മതി. क्या इस प्रकार नहीं कह सकते थे कि भलाई करें और उदारता दिखाएं? പക്ഷെ അവിടെ ശ്രദ്ധിച്ച് അരുതെന്നാ പറഞ്ഞേ. और वहां भी आप ध्यान दें, ऐसा लिखा है ना നന്മ भूलना. ചെയ്യാൻ മറക്കരുത്, भलाई करना ना भूलें, കൂട്ടായ്മ കാണിക്കാൻ മറക്കരുത്. उदारता दिखाना ना भूलें. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, വ്യത്യാസമുണ്ടോ? ये दोनों एक ही है या अलग अलग है? നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക, भलाई करना, उदारता दिखाना. വലിയ വ്യത്യാസമില്ല, ഏകദേശം ഒരേ കാര്യമാണെന്ന് പറയാം. ज्यादा फर्क नहीं है, एक जैसे ही है. പക്ഷെ എന്റെ ചിന്തയിൽ ഞാൻ അതിലൊരു വ്യത്യാസം കാണുക. लेकिन मैं थोड़ा अलग तरीके से सोच रहा हूँ. ഇത് രണ്ടും ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് രണ്ടായിട്ട് തന്നെ പറഞ്ഞിരിക്കുക. और ये एक साथ लिखा है लेकिन अलग अलग लिखा है. ഒരു കൂട്ടായ്മ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? अगर उदारता दिखाने की बात की है तो उसका अर्थ क्या है? നമ്മുടെ വീട്ടിലൊരു ദൈവദാസം വന്നു, हमारे घर में परमेश्वर के दास आए. ഒരു 500 രൂപ നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തു. हमने उनके हाथ में 500 का नोट थमाया. കൊടുത്തിട്ട് പിന്നെ ഭാര്യയോട് ചിലപ്പോൾ എന്താ പറയുന്നത്? ഞാൻ പുള്ളിക്ക് ഒരു കൂട്ടായ്മ കൊടുത്തു. और जब हम अपने पत्नी से बात करेंगे तो कहेंगे हमने उदारता അതിന് दिखाई. നമ്മൾ കൂട്ടായ്മ എന്ന് പറയും. और हम कहते हैं उदारता के रूप में. എന്നാൽ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നു, लेकिन अगर हम घर में एक भिखारी आए ഒത്തിരി ആവശ്യങ്ങളൊക്കെ പറഞ്ഞു, और अपनी बहुत एक लंबी लिस्ट और निकाली 100 रुपए जरूरतों കൊടുത്തു. की, और हमने उसको 100 रुपए दिया. ഭാര്യയോട് എന്ന് പറയും, ഞാൻ ആ ഭിക്ഷക്കാരന് ഒരു കൂട്ടായ്മ കൊടുത്തു. मैंने उस भिखारी को भी जो है उदारता दिखाई. അങ്ങനെയാണോ പറയുന്നത്? ऐसा कहेंगे क्या? അതിന് നമ്മൾ കൂട്ടായ്മ എന്ന് പറയത്തില്ല. हम उसको उदारता नहीं कहेंगे, അത് ഇതിൽ പെടും, നന്മ ചെയ്യുന്നതിൽ പെടും. वो हम उसे भलाई किया ये അപ്പൊ कहेंगे. നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വിശ്വാസികൾക്കോ കൂട്ടു സഹോദരന്മാർക്കോ മാത്രമല്ല, അല്ലാത്തവർക്കും ചെയ്യണമെന്നാണ്. तो भलाई करने का अर्थ है केवल अपने सहविश्वासियों के लिए नहीं, बाकी सब लोगों के लिए भी. അത് രണ്ടും അവിടെ പറഞ്ഞിട്ടുണ്ട്. നന്മ ചെയ്യാൻ മറക്കരുത്, കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. और इसलिए दोनों बातें यहाँ लिखी हैं, भलाई करें और उदारता भी दिखाएं. നമ്മുടെ കൂട്ടുവിശ്വാസികൾ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ മറക്കരുത്. अगर हमारे सहविश्वासी मुश्किलों से होकर जा रहे हैं तो उनसे भलाई करना ना भूलें. ഒരു വിശ്വാസ ബന്ധമൊന്നും ഇല്ലെങ്കിലും തോന്നിയ പോലെ ജീവിക്കുന്നവരാണെങ്കിലും അയൽവക്കത്ത് കഷ്ടത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും നന്മ ചെയ്യാൻ മറക്കരുത്. अगर कोई विश्वास में नहीं चल रहा है, अपनी मनमर्जी से चल रहा है, आपके पड़ोस में ऐसा कोई व्यक्ति हो, आप उनको भी भलाई दिखाएं. ഇത് എന്തിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്? ये किस बात का प्रमाण है? ആത്മീക വളർച്ചയുടെ ലക്ഷണമാണ്. ये आत्मिक उन्नति का सबूत है. സൽപ്രവർത്തികൾ ചെയ്യുന്നത്, സൽപ്രവർത്തികൾ ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. और यहाँ इस प्रकार ही लिखा है कि भले कामों का फल लगे और हम परमेश्वर की पहचान में बढ़ते जाएं. 3 കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞേ. और यहाँ हम 3 बातों को देखा. ഒന്ന്, ശരിയായ ആത്മീകമായി വളരുന്നവർ जो सही आत्मिक उन्नति या അവർ बढ़ोतरी है, കർത്താവിന് യോഗ്യമായി നടക്കും. वो उनका चाल चलन प्रभु के योग्य ശരിയായ होगा. ആത്മീകമായി വളരുന്നവർ जो आत्मिक रूप से सही प्रकार से बढ़ रहे हैं, ജ്ഞാനവും വിവേകവുമുള്ളവരായിരിക്കും. वो ज्ञान और समझ सहित बढ़ेंगे. ശരിയായി ആത്മീകമായി വളരുന്നവർ और जो सही प्रकार से आत्मिक रूप से बढ़ रहे हैं, സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കും. वो भले कामों में लगे रहेंगे. ഇനി ഒരു കാര്യം കൂടെ അതോട് ബന്ധപ്പെട്ടൊന്ന് ശ്രദ്ധിക്കുക. एक और बात पर ध्यान दें. അടുത്ത വാക്യം, 11-ാമത്തെ വാക്യം. और 11वें पद में, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും उसकी महिमा की शक्ति के अनुसार सब प्रकार की सामर्थ्य से बलवंत होते जाओ, यहाँ तक कि आनंद के साथ हर प्रकार से धीरज और सहनशीलता दिखा सको. അവിടെ മറ്റൊരു വിഷയമാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. यहाँ एक और अलग विषय के बारे में पौलुस प्रार्थना कर കൊലോസിലെ रहे हैं. വിശ്വാസികളെ കുറിച്ച് ഇങ്ങനെ പറയാം, അവർ നല്ല ശക്തിയോടെ ബലപ്പെട്ടു വരണം. हम जानते हैं कुलुस्सी के जो विश्वासी है उनके बारे में, वो सामर्थ्य से बलवंत होते जा रहे हैं. എന്തുമാത്രം ശക്തി അവർക്ക് ലഭിക്കണം? कितना सामर्थ्य उन्हें मिलना പൂർണ്ണ चाहिए? ശക്തിയോടെ ബലപ്പെടണം. सब प्रकार की सामर्थ्य से. ഇത് ഏത് ബലത്തെ കുറിച്ചാണ് പറയുന്നത്? और ये किसके संबंध में है? അവരുടെ ശാരീരികമായ ബലത്തെ കുറിച്ചല്ല. वो उनके शारीरिक बल के बारे में नहीं है. അവരുടെ ക്ഷീണമൊക്കെ മാറി നല്ല ആരോഗ്യമുള്ളവരായിട്ടിരിക്കാൻ അവരെ സഹായിക്കണമേ നല്ല പൗലോസ് പ്രാർത്ഥിക്കുന്നു. पौलुस ये प्रार्थना नहीं कर रहा है कि उनके शारीरिक रूप से वो बल प्राप्त करते हुए आगे बढ़े. പൗലോസിന്റെ ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അങ്ങനത്തെ ഒരു വിഷയവും പൗലോസ് പ്രാർത്ഥിക്കുന്നില്ല. हम अगर पौलुस की प्रार्थनाओं को देखेंगे तो ऐसे किसी विषय के बारे में അവരുടെ पौलुस प्रार्थना രോഗത്തിന്റെ नहीं കാര്യം करता. പൗലോസ് പ്രാർത്ഥിക്കുന്നില്ല. उनके रोग के बारे में पौलुस प्रार्थना नहीं कर അവരുടെ रहा है. പണത്തിന്റെ കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നില്ല. उनके धन के बारे में पौलुस प्रार्थना नहीं कर മുഴുവൻ रहा है. ആത്മീയ വിഷയങ്ങളാ. सभी आत्मिक विषय ही അപ്പൊ हैं. ഇവിടെയും അവർ പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്ന് പറയുമ്പോൾ और यहाँ जब लिखा है कि सब प्रकार की सामर्थ्य से बलवंत होते जाएं, അത് അവരവരുടെ ബലത്തിൽ വളരുന്ന കാര്യമാണ്.
वो उनके अपने अपने प्रत्येक जो बल है उसमें बढ़ने की बात അത് है। ഏത് ബലത്തെ കുറിച്ചാ പറയുന്നത്? कौन सा बल है? ആത്മീക ബലത്തെ കുറിച്ചാ പറയുന്നത്. आत्मिक बल की बात हो അവർ रही है। ആത്മീകമായി പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. और आत्मिक रूप से सब प्रकार की सामर्थ्य से बलवंत होते അങ്ങനെ हैं। ആത്മീകമായി ബലം പ്രാപിച്ചു വളരുന്നവർ जब आप इस प्रकार से आत्मिक सामर्थ्य से जब बलवंत होते അവിടെ हैं, വളർച്ചയാ പറയുന്നത്. यहाँ भी एक उन्नति के बारे में लिखा ഇപ്പോൾ ഉള്ള है। ബലത്തേക്കാൾ കുറച്ചുകൂടെ ബലം അവർക്ക് കിട്ടണം. अभी जितना उनकी उन्नति प्राप्त की उससे അപ്പൊ ആ ज्यादा प्राप्त करें, ബലത്തിന്റെ കാര്യത്തിൽ അവർ വളരണം. वो उस सामर्थ्य में बलवंत बढ़ते അങ്ങനെ जाएं അവരെ വളർച്ചയുടെ പൂർണ്ണതയിലെത്തണം. और इस प्रकार अपनी उन्नति में वो परिपूर्ण हो। അങ്ങനെ അവർ പൂർണ്ണ ബലം പ്രാപിച്ചാൽ अगर वो सब प्रकार के बल को प्राप्त करेंगे, അതിന്റെ ലക്ഷണം എന്താ? उसका सबूत क्या होगा? ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ്. हमारे आत्मिक उन्नति का प्रमाण होगा। അവർക്കുള്ള രണ്ട് കാര്യങ്ങൾ അവിടെ പറയുക. वहाँ दो बातें लिखी हैं उनके बारे में। സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടുക. और हम देखते हैं कि उसकी महिमा की शक्ति के अनुसार सब प्रकार की सामर्थ्य से बलवंत होते जाएं, यहाँ तक कि आनंद के साथ हर प्रकार से धीरज और सहनशीलता दिखा सको। രണ്ട് കാര്യങ്ങൾ അവിടെ പറയുക. यहाँ दो बातें लिखी हैं। അവരുടെ ആത്മീയ ബലം വെളിപ്പെടുന്ന രണ്ട് മേഖലകൾ. आत्मिक सामर्थ्य किस प्रकार से दर्शाया जाएगा? ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ? दो बातें क्या हैं? സകല സഹിഷ്ണുതയും സകല ദീർഘക്ഷമയും. हर प्रकार से धीरज और सहनशीलता दिखा सके। ഇത് എന്തിന്റെ ലക്ഷണമായിട്ടാ പറയുന്നത്? ये किस बात के लक्षण है? ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ്. आत्मिक उन्नति के लक्षण है। അത് രണ്ടും തമ്മിലും ഒരല്പ വ്യത്യാസമുണ്ട്. इन दोनों बातों में भी थोड़ा फर्क है। സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? अगर हम बात करें धीरज की, നമുക്കെതിരെ ഒത്തിരി പ്രശ്നങ്ങൾ വരിക, हमारे सामने बहुत सारी मुश्किलें आ रही हैं। എന്നും രോഗങ്ങൾ, हर बार जो रोग ही रोग, എന്നും കഷ്ടത, हर दिन दुखी दुख, എന്നും സാമ്പത്തിക ബുദ്ധിമുട്ട്, हर दिन आर्थिक मुश्किल, എന്നും ഓരോരോ പ്രശ്നങ്ങൾ. हर दिन कुछ ना कुछ दिक्कतें। ആത്മീയ വളർച്ചയുള്ളവർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കേണ്ടത്? जिसमें आत्मिक उन्नति है वो किस प्रकार से प्रतिक्रिया करेगा? അവർക്ക് നല്ല ബലം ഉണ്ടായിരിക്കും. उनमें अच्छा बल होगा। ആ ബലം എങ്ങനെ കാണിക്കുന്നതെന്ന് അറിയാമോ? वो बल कैसे दिखाएंगे? സഹിഷ്ണുതയോടെ. वो धीरज के साथ बढ़ेंगे। സഹിഷ്ണുത എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. यहाँ धीरज जो शब्द का इस्तेमाल അടുത്ത किया है। പറയാം ദീർഘക്ഷമ. यहाँ एक और शब्द का प्रयोग है सहनशीलता। അതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? ये किस बात को दिखाता है? നമുക്കെതിരെ വരുന്ന ആളുകൾ जो हमारे विरुद्ध जो लोग आते हैं, നമ്മളെ ചീത്ത പറയുന്നു, हमें वो गलत बोलते हैं, നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു, हमारे खिलाफ कार्य करते हैं, നമുക്കെതിരെ പരദൂഷണം പറഞ്ഞ് നടക്കുന്നു. हमारे खिलाफ जो है वो गलत गलत बातें फैलाते ഇവരോട് हैं। എങ്ങനെ പ്രതികരിക്കേണ്ടത്? इन लोगों से कैसे प्रतिक्रिया दिखाएं? അവിടെ പറയുന്നിടത്ത് ക്ഷമിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, वहाँ ये नहीं लिखा है कि उन्हें क्षमा करें केवल, ദീർഘക്ഷമ. वहाँ लिखा है सहनशीलता दिखानी है। അതിനല്പം ബലം വേണം അല്ലേ? इसके लिए तो बल की आवश्यकता है। നമ്മളോട് ഇങ്ങോട്ടൊരു ചീത്ത പറയുന്നവരെ അടുത്ത് കൈ കിട്ടിയാൽ തിരിച്ചു പറയാനാണോ പറയാതിരിക്കാനാണോ കൂടുതൽ ബലം വേണ്ടിയത്? अगर कोई हमें इस प्रकार से गलत बात या गाली कहे तो उनको वापस जवाब देना, उसी तरह से जवाब देना आसान है या मुश्किल है? നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെ രഹസ്യത്തിൽ കൈ കിട്ടിയാൽ തിരിച്ചു രണ്ട് പറയാൻ ഒരു ബലവും വേണ്ട, സ്വാഭാവികമായിട്ട് വായിന്ന് പുറത്തു വരും. जिन्होंने हमारे खिलाफ गलत किया है या बोला है, अगर चुपके से हमें मौका मिले बदला लेने का तो उसमें बहुत आसान सी बात है। പക്ഷെ അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ മിണ്ടാതിരിക്കണമെങ്കിൽ അതിനെന്തു വേണം? लेकिन ऐसा एक मौका है और आपको चुप्पी साधनी है तो അവിടെയാ कैसे ബലം होगा? വേണ്ടത്. वहाँ बल की അതേത് आवश्यकता है। ബലമാ? वो कौन सा बल അതാണ് है? ആത്മീയ ബലം, वो है आत्मिक बल, അതാണ് ആത്മീയ വളർച്ച. वो है आत्मिक उन्नति। അതിൽ വളരണമെന്നാണ് പൗലോസ് ഇവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്. और पौलुस प्रार्थना कर रहा है कि वो इस आत्मिक बल में बढ़े। ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, दाऊद एक भजन में इस प्रकार कहता है, ശത്രു എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നു. और वो इस प्रकार कहता है, जब बैरी मेरे सामने खड़ा हो तो मैं अपनी जुबान पे लगाम रखे हुए हूँ। എന്റെ ശത്രുവിനെ എന്റെ മുമ്പിൽ കിട്ടിയിരിക്കുക. मेरा शत्रु जो सामने मिला हुआ है मुझे, രണ്ട് ചീത്ത തിരിച്ചു പറയാൻ എന്റെ നാവ് പൊങ്ങുന്നുണ്ട്. मेरी जबान जो उठ रही है कि वापस मैं उसके खिलाफ कुछ बोलूं, വേറെ ആരും അറിയത്തില്ല, കൈ കിട്ടിയിരിക്കുക. वो सामने है, कोई नहीं जानेगा इस बात को। അങ്ങനെ പറയണമെങ്കിൽ അതിന് ഒരു ബലവും വേണ്ട. अगर ऐसा बोलना है तो उसके लिए कोई शक्ति की പക്ഷെ आवश्यकता ആ नहीं है। സന്ദർഭത്തിലും പറയാതിരിക്കാൻ കഴിയണമെങ്കിൽ लेकिन अगर उस मौके में नहीं बोलना है, चुप रहना അവൻ है, ഇങ്ങോട്ട് പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ जो रवैया उसने हमारी ओर दिखाया है उसकी प्रतिक्रिया वैसे ही देने ना देना हो तो അതിനല്പം ബലം വേണം. तो हमें थोड़े बल की आवश्यकता है। അതേതാണ് ബലം? कौन सा है वो बल? അതാണ് ആത്മീയ ബലം. वही है आत्मिक बल। അതാണ് ദാവീദ് പറഞ്ഞത്, वो दाऊद उसी के बारे में ശത്രുവിനെ कह എന്റെ रहा है। മുമ്പിൽ കിട്ടിയിരിക്കുക. शत्रु मुझे मिल गया मेरा, ഓ ഞാൻ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക. और यहाँ जो उसने अपने जुबान पर जो है लगाम रखी है। ദാവീദ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറയുക, दाऊद जो कह रहा है उसको मैं बताता പറയാൻ हूँ, എന്റെ നാവ് പൊങ്ങുന്നുണ്ട്, मेरी जीभ जो है वो बोलने के लिए तड़प रही പക്ഷെ है, ഞാൻ കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തിയിരിക്കുക. लेकिन मैंने उस पर एक जोर का लगाम लगाया हुआ है। എന്തുകൊണ്ട്? क्यों? ആത്മീയ ബലത്തിന്റെ ലക്ഷണമാണ്, क्योंकि ये आत्मिक बल का एक लक्षण ആത്മീയ है। വളർച്ചയുടെ ലക്ഷണമാണ്. ये आत्मिक उन्नति का सबूत അപ്പൊ है। നമുക്കെതിരെ വരുന്ന സാഹചര്യങ്ങളോട് സഹിഷ്ണുതയോടെ പ്രതികരിക്കാൻ കഴിയണമെങ്കിൽ अगर हमारे खिलाफ जो परिस्थितियां आई हैं उसको धीरज
धीरज के साथ उसका सामना करना है, तो നമ്മോട് എതിരായി പ്രവർത്തിക്കുന്നവരോട് ദീർഘക്ഷമയോടെ പ്രതികരിക്കാൻ കഴിയണമെങ്കിൽ हमारे खिलाफ, हमारे विरोध जो लोग उठ खड़े होते हैं उनके साथ सहनशीलता दिखानी है, तो അതിന് എന്താവശ്യമുണ്ട്? क्या चाहिए होगा आपको? ആത്മീക വളർച്ച ആവശ്യമുണ്ട്. ആത്മീക ബലം, ആത്മീക വളർച്ച ആവശ്യമാണ്. आत्मिक उन्नति, आत्मिक बल की आवश्यकता है അപ്പൊ आपको। ശരിയായ ആത്മീക വളർച്ചയുടെ ചില ലക്ഷണങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. और इस तरह सही जो आत्मिक उन्नति आपके जीवन में होगा तो ये ഞാൻ सबूत വേഗത്തിൽ അത് होंगे। ഒന്നുകൂടെ ഒന്ന് പറയാം. एक और बार मैं बताता हूँ, ശരിയായ ആത്മീക വളർച്ചയുള്ളവർ കർത്താവിന് യോഗ്യമായി നടക്കും. जो जिनमें सही आत्मिक उन्नति है उनका चाल चलन प्रभु के योग्य होगा, ശരിയായ ആത്മീക വളർച്ചയുള്ളവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നടക്കും. और सही आत्मिक उन्नति जिनके पास है वो आत्मिक ज्ञान और समझ में बढ़ेंगे। ശരിയായ ആത്മീക വളർച്ചയുള്ളവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കും. अगर आत्मिक रूप से आप बढ़ रहे हैं तो आप हर प्रकार के भले कामों के फल आप में लगेंगे। ശരിയായ ആത്മീക വളർച്ചയുള്ളവർ സഹിഷ്ണുതയും ദീർഘക്ഷമയും ഉള്ളവരായിരിക്കും. अगर सही आत्मिक उन्नति आपके जीवन में है तो आप धीरज और सहनशीलता में बढ़ेंगे। ഇതൊക്കെയാണ് ആത്മീയ വളർച്ചയുടെ ലക്ഷണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. अगर ये आत्मिक उन्नति के लक्षण या सबूत हैं तो हम अपने आप को परख के देखें, ശരിയായ ആത്മീയ വളർച്ച നമുക്കുണ്ടോ? क्या सच में हम में आत्मिक बढ़ोतरी या उन्नति है? ദീർഘക്ഷമ പോയിട്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല, പിന്നാണോ ദീർഘക്ഷമ? और सहनशीलता तो नहीं, एक बार भी हम बात को नहीं सहते हैं। സാഹചര്യങ്ങളോട് പ്രതികൂലതകളുടെ നടുവിൽ സഹിഷ്ണുതയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടോ? और परिस्थितियों के बीच में क्या हम धीरज के साथ खड़े हो पा रहे हैं? ഓരോ കാര്യങ്ങളും വിവേകത്തോടുകൂടി ഏർപ്പെടാൻ കഴിയുന്നുണ്ടോ? क्या हर बात को हम उस समझ के साथ उसमें आगे बढ़ रहे हैं? സുവിശേഷത്തിനും കർത്താവിന് യോഗ്യമായിട്ട് നടക്കാൻ കഴിയുന്നുണ്ടോ? क्या हम सुसमाचार या प्रभु के योग्य हमारा चाल चलन है? അതാണ് ആത്മീയ വളർച്ചയുടെ ലക്ഷണം. ये है आत्मिक उन्नति के सबूत। ആ വളർച്ചയാണ് തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത് പരിജ്ഞാനത്തിലുള്ള വളർച്ച എന്ന്. और इसी आत्मिक उन्नति को वचन बताता है परमेश्वर की पहचान में बढ़ते जाना। ഇനി ഈ വളർച്ചയെക്കുറിച്ച് പറയുന്ന മറ്റു ചില വാക്യങ്ങളുണ്ട്. അതിൽ കൊലോസ്യ ലേഖനത്തിലെ തന്നെ ഒരു വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. और इसी उन्नति के बारे में कुछ और पद भी हैं। कुलूसियों की पत्री में एक पद को मैं दर्शाना चाहूंगा। 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. दूसरे अध्याय का 19वां पद। തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു. और यहाँ लिखा है, और उस शिरोमणि को पकड़े नहीं रहता जिससे सारी देह जोड़ों और पट्टों के द्वारा पालन पोषण पाकर और एक साथ गठ कर परमेश्वर की ओर से बढ़ती जाती है। അപ്പൊ ശരിയായ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ദൈവികമായ വളർച്ചയാണ്. और यहाँ हम देखते हैं जो सही आत्मिक उन्नति है वो परमेश्वर द्वारा दी गई उन्नति है। ഞാൻ ആ ദൈവികമായ വളർച്ചയെ ഇങ്ങനെ ഒന്ന് വിശേഷിപ്പിക്കുക. मैं उस परमेश्वर द्वारा दी गई उन्नति को इस प्रकार बताना चाहूंगा। നമ്മൾ പൊതുവെ ഒരു സഭ വളരുന്നുണ്ടെന്നുള്ളത് എങ്ങനെയാ പറയുന്നത്? हम एक कलीसिया बढ़ रही है, हम किस प्रकार समझ सकते हैं? ഇന്ന് 20 പേര് സഭയിലുണ്ട്. आज 20 लोग हैं। ഒരു വർഷം കഴിയുമ്പോൾ അത് 50 ആയാൽ, अगर एक साल के बाद 50 हो जाएं, ഒരു വർഷം കൂടെ കഴിയുമ്പോൾ അത് 75 ആയാൽ, एक और साल बीत जाए और 75 हो जाएं, ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ 100 പേരായാൽ और एक और साल बीत गया 100 हो गए, നമുക്ക് സന്തോഷമാണ്. हम बहुत खुश हो जाते हैं। നമ്മൾ എന്ത് പറയും? ഓ, ഞങ്ങളുടെ സഭ നല്ലപോലെ വളർന്നു. हम कहेंगे बहुत अच्छी बात है, हमारी कलीसिया जो है वो बढ़ रही है। പക്ഷെ അതല്ല ശരിയായ വളർച്ച. लेकिन ये सही तरह की बढ़ोतरी नहीं है। 20-50 ആയില്ലേലും കുഴപ്പമില്ല, ഉള്ള 20 ചൊവ്വേ പോയാൽ മതി. അത് ആത്മീയ വളർച്ച. 20 के 50 हो, इससे कोई फर्क नहीं पड़ता। जो 20 हैं वो सही रूप से आत्मिक रूप से बढ़े। എന്ന് പറഞ്ഞാൽ ഞാനത് ഇങ്ങനെ പറയട്ടെ, ക്വാണ്ടിറ്റിയിലുള്ള വളർച്ചയല്ല, ക്വാളിറ്റിയിലുള്ള വളർച്ചയാണ് ശരിയായ ആത്മീയ വളർച്ച. और हम इस प्रकार समझ सकते हैं आत्मिक उन्नति जो है वो संख्या में नहीं है, वो गुणवत्ता में है। എണ്ണവും കൂടി വരണം, അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ये परमेश्वर की इच्छा है कि हम संख्या में भी बढ़े। 1-ാം നൂറ്റാണ്ടിലെ സഭകളെ നമ്മൾ വായിച്ചാൽ അറിയാം, അവര് എണ്ണത്തിൽ, ശിഷ്യന്മാരുടെ എണ്ണത്തിൽ പെരുകി വന്നു എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട്. और बार बार हम देखते हैं पहली सदी में जो कलीसिया है वो चेलों की संख्या में वो बढ़ती ही गई। പക്ഷെ അത് എങ്ങനെങ്കിലും വന്നവരല്ല, लेकिन वो ऐसे वैसे जैसे ही जुड़ नहीं गए, ഗുണത്തോടുകൂടി വന്നവരാ. वो उस गुणवत्ता के साथ आए। അപ്പൊ ഉള്ളവര് ആത്മീയമായ സകല ഗുണങ്ങളുമുള്ളവരായി വളരുന്നതിനെയാണ് ആത്മീക വളർച്ച എന്ന് പറയുന്നത്. और जो हैं वो अगर उस आत्मिक गुण के साथ बढ़ रहे हैं उसको हम आत्मिक उन्नति कहते ആ हैं। വളർച്ചയാണ് ദൈവികമായ വളർച്ച എന്ന് പറയുന്നത്. और वही आत्मिक उन्नति है जो परमेश्वर द्वारा दी गई ആ उन्नति है। ദൈവികമായ വളർച്ചയുടെ ഒരു പ്രത്യേകത, और उस परमेश्वर के द्वारा दी गई उन्नति की एक खूबी है। ആ 19-ാം വാക്യം 2-ാം അധ്യായത്തിന്റെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. दूसरे अध्याय के 19 पद को देखें, അതിന് ചൈതന്യം മുഴുവൻ കിട്ടുന്നത് എവിടുന്നാ? और हम देखते हैं कि उसका स्रोत जो है वो कहाँ से प्राप्त होता है। തലയായവനിൽ നിന്ന് ചൈതന്യം ലഭിക്കും. और हम देखते हैं कि उस शिरोमणि द्वारा वो पोषण मिलता അത് है। എവിടെല്ലാം കിട്ടും? ये पालन पोषण कहाँ से मिलता है? ശരീരം മുഴുവൻ കിട്ടുക. और ये सारी देह को मिलता है। ആ വാക്യം ശ്രദ്ധിച്ച്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച്, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. हम देखते हैं उस शिरोमणि से ही जिससे सारी देह जोड़ों और पट्टों के द्वारा पालन पोषण पाकर और एक साथ गठ कर परमेश्वर की ओर से
बढ़ती जाती है। ശരിയായ ആത്മീയ വളർച്ചയുടെ മറ്റൊരു ലക്ഷണം അവിടെ പറയുക, यहाँ सही आत्मिक उन्नति के एक और सबूत के बारे में അത് बताया। ഏകീഭവിച്ചുള്ള വളർച്ചയാണ്. ये लक्षण जो है वो एक साथ होगा। എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റിയിലുള്ള വളർച്ചയാണ്. हम देखते हैं वो एकता में एक उन्नति है। അത് സാധിക്കണമെങ്കിൽ ശരീരം മുഴുവൻ ഒരുപോലെ വളരണം. अगर ये होना है तो ये सारा देह शरीर एक साथ बढ़ना है। ഒരു സ്ഥലം സഭയുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് एक प्रादेशिक कलीसिया की आत्मिक उन्नति को अगर समझे അവിടുത്തെ तो കുറച്ചു പേര് മാത്രം ആത്മീയമായി വളരുന്നതല്ല. कुछ लोग उस कलीसिया में बढ़े ये काफी नहीं है। നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, കുറച്ചു പേർക്ക് നല്ല ആത്മീയ വളർച്ചയുണ്ട്, सोच के देखें इस प्रकार से कुछ लोगों में आत्मिक उन्नति है കുറച്ചു പേര് നല്ല ആത്മീയ വളർച്ചയുള്ളവരുമല്ല. और कुछ लोग जो उनमें कोई आत्मिक उन्नति नहीं है। അങ്ങനെ വന്നാലുള്ള കുഴപ്പം എന്താ? उसमें सबसे बड़ा मुश्किल क्या है? ഇതൊരു ശരീരമാണെന്നാ പറയുന്നത്. ये एक देह है। ശരീരത്തിൽ ചില അവയവങ്ങൾ വളരുന്നുണ്ട്, देह में कुछ अंग जो है वो बढ़ रहे हैं എന്നാൽ ചില അവയവങ്ങൾക്ക് വളർച്ചയില്ല. और कुछ अंग जो है उनमें कोई उन्नति नहीं है। അത് ശരിയായ വളർച്ചയാണോ? क्या ये सही प्रकार की बढ़ोतरी है? അല്ല. नहीं। ഒരു സ്ഥലം സഭയുടെ ശരിയായ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് एक प्रादेशिक कलीसिया की सही रूप में उन्नति इस ആ प्रकार है। ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ആനുപാതികമായി വളരുമ്പോഴാണ് ശരിയായ വളർച്ചയെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. और उस शरीर के सारे अंग जो हैं समय के अनुसार एक दूसरे के तुलना में सही रूप से बढ़े, एक रूप से बढ़े। അത് പ്രായത്തിനനുസരിച്ച് വളരണം. हम जानते हैं आयु के अनुसार वो बढ़ेंगे കാലത്തിനനുസരിച്ച് എല്ലാവർക്കും ആത്മീയ വളർച്ച ഉണ്ടാകണം. और समय के अनुसार हर किसी में वो आत्मिक उन्नति आनी चाहिए അതെല്ലാ മേഖലകളിലും വെളിപ്പെടണം. और जीवन के हर पहलू में നമ്മുടെ भी, സ്വഭാവത്തിൽ വെളിപ്പെടണം, हमारे स्वभाव में, നമ്മുടെ ശുശ്രൂഷകളിൽ വെളിപ്പെടണം, हमारी सेवकाइयों में, നമ്മുടെ അറിവിൽ വെളിപ്പെടണം, हमारे ज्ञान में, നമ്മുടെ സഭയിലെ ബന്ധങ്ങളിൽ വെളിപ്പെടണം. हमारे जो कलीसिया में जो संबंध ഇവിടെ है, എല്ലാം ആ വളർച്ച നമുക്ക് അനുഭവിക്കാൻ കഴിയണം. इन सब बातों में उन्नति होनी चाहिए। ഇതെങ്ങനെ സാധിക്കണമെങ്കിൽ ये कैसे होगा? എല്ലാവരും ഒരിടത്തു നിന്നായിരിക്കണം ചൈതന്യം പ്രാപിക്കേണ്ടത്. हम सबको एक जगह से ही पालन पोषण प्राप्त करना ഇവിടെ है। ആ വാക്യം പറയുന്നുണ്ട്, कहाँ से हमें प्राप्त होता है? തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ച് ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. यहाँ लिखा है कि शिरोमणि से ही, जिससे सारी देह जोड़ों और पट्टों के द्वारा पालन पोषण पाकर एक साथ गठकर परमेश्वर की ओर से बढ़ती जाती അപ്പൊ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ വളരുക. है। देह के सारे अंग एक साथ बढ़े। ശരീരം വളരുന്നതനുസരിച്ച് ബുദ്ധിയും വളരണം. शरीर बढ़ता है तो हमारा बुद्धि भी बढ़ना चाहिए। അത് ആനുപാതികമായിട്ട് വളരുമ്പോഴാണ് ആ ശരീരം ശരിയായി പ്രവർത്തിക്കുന്നത്. और जब वो एक साथ बढ़ता है तभी शरीर सही से काम कर सकता है। നമ്മയൊക്കെ ഓരോ സ്ഥലം സഭകളിൽ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. हम सबको एक एक प्रादेशिक कलीसिया में परमेश्वर ആ ने रखा സഭ है ശരിയായി പണിയപ്പെടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. और वो कलीसिया सही रूप से बढ़ते जाए उसकी जिम्मेदारी हम में से हर एक को दी ആ गई है। സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കാതിരിക്കാനുള്ള ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. और उस आत्मिक उन्नति में एक रोड़ा, एक रुकावट हम में से कोई ना बने, ये भी जिम्मेदारी दी गई है। ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം സഭ ശരിയായ ആത്മീക വളർച്ചയിലാണെന്നുള്ള ഉറപ്പ് വരുത്തി ഞാനും നിങ്ങളും ആ സഭയുമായുള്ള നല്ല ബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോഴാണ് അതിനെ ദൈവികമായ വളർച്ച എന്ന് പറയാൻ കഴിയുന്നത്. और आप और हम जिस प्रादेशिक कलीसिया में है उसमें आत्मिक उन्नति प्राप्त करते हुए, उस संबंध में बढ़ते हुए बढ़ना ही सच में परमेश्वर में बढ़ना है। അവിടെയാണ് വ്യക്തിപരമായി നാം ആത്മീയമായി വളരുന്നു എന്ന് പറയാൻ കഴിയുന്നത്. और वही हम व्यक्तिगत रूप से आत्मिक उन्नति प्राप्त कर रहे हैं, ये हम समझ सकते അത് हैं। സാധിക്കണമെങ്കിൽ ദാവീദ് പറഞ്ഞ പോലെ ചിലപ്പം പറയേണ്ടി വരും. और अगर इसको समझना है तो हमें दाऊद की तरह ही कहना होगा। ചിലപ്പോൾ നാവിന് കടിഞ്ഞാണിട്ടിരിക്കേണ്ടി വരും. कभी कभी जबान पर लगाम पर लगाना पड़ेगा, ചിലപ്പം പൗലൂസ് പറഞ്ഞ പോലെ പറയേണ്ടി വരും, कभी कभी पौलुस की तरह कहना पड़ेगा। ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. और मैं अपने देह को मारता कूटता हूँ। ചിലപ്പം ചിലതൊക്കെ ചെയ്യാനും പറയാനും തോന്നും. വേണ്ട, അതിനെ അടിച്ചമർത്താൻ നമുക്ക് കഴിയണം. അതാണ് ആത്മീക വളർച്ചയുടെ ലക്ഷണം. अगर कई बार हमें कई बातें कहने का बहुत मन करेगा लेकिन उसको दबा के रखना है, वही आत्मिक उन्नति के लक्षण है। അപ്പം നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരണമെന്നല്ല വചനം പറയുന്നത്. परमेश्वर का वचन ये नहीं कहता कि हम केवल परमेश्वर के ज्ञान में बढ़े, കിട്ടാവുന്ന അറിവുകളെല്ലാം സമ്പാദിച്ചു, सारा ज्ञान जो है प्राप्त कर लें, പക്ഷേ ആ അറിവ് അനുഭവത്തിൽ വരണം, लेकिन वो ज्ञान आपके अनुभव में दिखना चाहिए, പരിജ്ഞാനത്തിൽ വളരണം. पहचान में बढ़ना है। പത്രോസ് അത് പറഞ്ഞാണല്ലോ അവസാനിപ്പിച്ചത്, पतरस ने वही कहकर समाप्त किया, കൃപയിലും പരിജ്ഞാനത്തിലും വളരുകയും. उस अनुग्रह और पहचान में हम बढ़ते जाएं। ആ പരിജ്ഞാനത്തിൽ വളരുന്നവരുടെ ചില ലക്ഷണങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. उस पहचान में जो बढ़ते हैं उनके लक्षण या सबूत हमने देखे, ഞാൻ അതിനി ആവർത്തിക്കുന്നില്ല. मैं उसे दोहराना नहीं चाहता। നാം നമ്മുടെ ജീവിതങ്ങളിൽ അത് ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ മതി. हम अपने जीवन में ध्यान रखें कि हम इसको पूरा कर रहे हैं। വീണ്ടും ഇന്നലെയും ഇന്നും ആത്മീയ വളർച്ചയെ കുറിച്ച് കേട്ടു. हमने कल और आज दोनों आत्मिक उन्नति के बारे में देखा। അറിവ് വർദ്ധിച്ചു, हमारा ज्ञान बढ़ा है, പക്ഷെ വിവേകം കൂടെ ഉണ്ടാകണം. लेकिन उसके साथ साथ समझ भी होनी चाहिए, ഇല്ലെങ്കിൽ ഈ രണ്ട് ക്ലാസ് കേട്ടതുകൊണ്ട് ഒരു പ്രയോജനമില്ല. अन्यथा इन दोनों क्लासों में बैठने का कोई फायदा नहीं। കേട്ട വചനം, അതിലൂടെ ലഭിച്ച അറിവുകൾ വിവേകത്തോടുകൂടി പ്രാവർത്തികമാക്കി
ശരിയായ ആത്മീയ വളർച്ചയിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. सुने हुए वचन के द्वारा जो हमें ज्ञान प्राप्त हुआ है उसको समझ सहित जब हम कार्यों में लगाएंगे तभी हम परमेश्वर द्वारा दी गई उन्नति में बढ़ सकते हैं. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. परमेश्वर के नाम की महिमा हो.